പണി തന്നാ മതി. അതെ, എങ്ങനെ പണി തന്നാ മതി, പക്ഷെ പണി തരരുത്. ഹൈദരാലിയുടെ ഒരു രഹസ്യം ഞാൻ പറയാം. രണ്ടാം ഊഴത്തിലെ ഭീമനെ കുറിച്ചാണ് ചർച്ച. ആരത് ചെയ്യും, മോഹൻലാൽ ചെയ്യുമോ മമ്മൂട്ടി ചെയ്യുമോ എന്ന് പറഞ്ഞ് ഇന്നും ചർച്ചയാണ്. ഞാൻ ഇവിടെ പറയുന്നു, ഞങ്ങളുടേത് ഒന്നാം ഊഴത്തിലെ ഭീമനാണ് ഇരിക്കുന്നത്. മറ്റത് രണ്ടാമതേ ഇനി വരും. അത് രണ്ടാമതേ വരുള്ളൂ. ഇതിന്റെ മുകളിലേക്ക് പോകണം. ഈ ഭീമന്റെ മുകളിലേക്ക് അവർക്ക് പോകാൻ കഴിയുമായിരിക്കും. അതെ, ഈ പരിവാറിലെ ഭീമൻ മമ്മൂക്കയെ മോഹൻലാലിനെ ഞെട്ടിക്കും. അവർക്ക് ചെയ്യാൻ പറ്റൂല. അവർക്ക് ചെയ്യാൻ പറ്റില്ല. അത്ര ധൈര്യമായിട്ട് പറയുന്നില്ലേ ഇവര്, നടൻ പറയുന്നില്ലേ? ഇന്ദ്രൻസേട്ടാ, ഇത് എവിടെ പോകണമെന്ന് എനിക്ക് മനസ്സിലാണുള്ളത്. വളരട്ടെ മലയാള സിനിമ വളരട്ടെ. അത്യാവശ്യം ബുദ്ധിയുള്ള ഞങ്ങൾ ഒരുമിച്ച് ചിലപ്പോ ചെന്ന് അബദ്ധത്തിൽ ചാടാറുണ്ട്. പടുകുഴിയിൽ ചെന്ന് വീണിട്ടുണ്ട്. സിനിമയുടെ പേരൊന്നും പറയാനില്ല. അത് ഞാൻ പറയാം. മഞ്ഞുരുകി തുടങ്ങി പ്രൊഡ്യൂസേഴ്സും താരങ്ങളുമായിട്ടുള്ള അമ്മയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ അഭിനയ തൊഴിലായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ അതിനേക്കാളും കൂടുതൽ ഇത്ര കാശ് തന്നാലേ ഞാൻ സെറ്റിലേക്ക് വരുമെന്ന് പറയാൻ എൻ്റെ മനസ്സ് എന്നെ അനുവദിക്കുന്നില്ല. നടീനടന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന കാശ് അവർക്ക് പ്രൊഡ്യൂസേഴ്സ് കൊടുക്കുന്നില്ല എന്ന് പരാതി ഉണ്ടെങ്കിൽ, അപ്പൊ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് ഇന്ദ്രൻസിന് കിട്ടുന്നില്ല. കിട്ടിയാൽ മറ്റു നടന്മാർക്ക് വീതിച്ചു കൊടുക്കാൻ ഇന്ദ്രൻസ് വില്ലിങ് ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കി. ഈ പറയുമ്പം ഇതിനകത്ത് വെറും എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കരുത്. നടീനടന്മാർ വെറും കളിമണ്ണാണ്, അങ്ങനെയൊന്നും ഉപയോഗിക്കരുത്. ഇല്ല, അങ്ങനെ ഒരു ക്യാപ്ഷനെ ഞാൻ കൊടുക്കില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്കും സ്വാഗതം. താങ്ക് യു. ചേട്ടാ, ഇന്ദ്രൻസേട്ടനോട് കുറേ ചോദ്യങ്ങളൊന്നും ചോദിക്കണം. അതിന് തയ്യാറായിട്ടാണ് ഇന്ദ്രൻസ് വന്നിരിക്കുന്നത്. ഇന്ദ്രൻസ് എന്നോട് പറഞ്ഞു, ഹൈദരാലി കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, എന്തിനും മറുപടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അതെങ്ങനെ ചോദ്യം അറിയാതെ എങ്ങനെ മറുപടി തരാം? അല്ലല്ലേ, എന്തിനും ഞാൻ മറുപടി അറിയാം, നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചോദ്യം വല്ല നേരത്തെ കൊടുത്തിട്ടുണ്ടോ? ലീക്ക് ചെയ്തോ ക്വസ്റ്റ്യൻസ്? നേരത്തെ ഞങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരാതെ ഇന്ദ്രൻസിന് തലേദിവസം ചോദ്യ പേപ്പർ കൊണ്ടുകൊടുത്തോ? നമ്മള് മൊത്തത്തിൽ ലീക്ക് ചെയ്യുന്ന ഒരാളായോണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചത്. എന്താ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും കൊടുത്തില്ല. എങ്കിലും ഇന്ദ്രൻസേട്ടൻ നമുക്ക് ധൈര്യമായിട്ട് ചോദിച്ചോളൂ. എങ്കിലും പുതിയ സിനിമ പരിവാർ, അതെ, ഈ സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവെക്കുന്നത്. ഒരു നല്ല സിനിമയാകട്ടെ എന്ന് ആദ്യം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? അമ്മ എന്നെ ഉണ്ട് വിശേഷമൊക്കെ? സിനിമയിലൊക്കെ ഇങ്ങനെ കയറി വേണ്ടി തുടങ്ങാം. ഞാൻ വെട്ടുകാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ ഈ സിനിമയല്ല അമ്മയുടെ മാനേജറായിട്ട് ആ ലൊക്കേഷൻ വന്നെന്ന് പറഞ്ഞു. മാനേജറും മേക്കപ്പ് മാനൊക്കെ ആയിട്ടാണോ വന്നത്? എല്ലാം തന്നെയായിരുന്നോ? അതല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഇവരൊക്കെ ആയിട്ട്? നല്ല ഇഷ്ടമായിരുന്നു. എല്ലാരും നല്ല അമ്മയെ പോലെ കാണുമായിരുന്നു. അതെ, അമ്മയാണല്ലോ ഞങ്ങളെ മലയാളികൾക്കൊന്നും അമ്മയാണല്ലോ. ഇഷ്ടംപോലെ റീൽസ് ഒക്കെ ചെയ്ത് മെന്നി തിളങ്ങി നിൽക്കുമല്ലേ? അതെ. സിനിമയിലെത്തി ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഇതായിരുന്നു, നല്ല അനുഭവം. ജഗദീഷേട്ടൻ എന്നാ പറഞ്ഞു തന്നെ അവിടെ വന്നപ്പോ? ഒരു ദിവസം ഏതാണ്ട് ഒരു ഇച്ചിരിയും തെറ്റിച്ചപ്പോ അങ്ങനല്ല ഇങ്ങനെ പറയാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ദിവസം പോലും ഒന്നും പറഞ്ഞിട്ടില്ല ആരും. അല്ല, ഇന്ദ്രൻസേട്ടനും സാർ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങ് ചിരിക്കും. ഞങ്ങളുടെ അടുത്താ വന്നിരിക്കുന്നേ, ഞങ്ങളോട് കാര്യം പറഞ്ഞിരിക്കുകയൊക്കെ ചെയ്യും. അല്ലേ, ഇതിലെന്താണ് വേഷം അമ്മയുടെ? എന്നെ ഇവരുടെ എല്ലാവരുടെയും ചേട്ടത്തിയമ്മയാണ്. അതെ, കുടുംബത്തിലേക്ക് ചെല്ലുന്ന ചേട്ടത്തിയമ്മയാണ് അല്ലേ? അമ്മയുടെ സ്ഥാനമാണ് ചേട്ടത്തിയമ്മയ്ക്കുള്ളത്. അതെ, നാട്ടിൽ പറയുന്നത് അങ്ങനെയാണല്ലോ അല്ലെ? ആ ഒരു സ്ഥാനം തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ പൊളിക്കണം നമുക്ക് സിനിമയില് അല്ലേ? ജഗദീഷേട്ടാ, കഴിഞ്ഞ ദിവസം സിനിമ കണ്ടു, ഓഫീസർ കണ്ടു, ഗംഭീര അഭിനയം. ആദ്യം ഞാൻ ഫോണിൽ വിളിച്ച് അഭിനയിച്ചെങ്കിൽ നേരിട്ട് അഭിനന്ദിക്കുകയാണ്. ജഗദീഷേട്ടൻ ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങളും വ്യത്യസ്തമായി വരുന്നു ഇപ്പോൾ സിനിമകൾ. ഒരു അച്ഛൻ റോളുകളാണ് വന്നെങ്കിലും അച്ഛൻ റോളുകൾക്ക് ഒത്തിരി വ്യത്യസ്തമാകുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ അന്ന് വൈകുന്നേരമാണെങ്കിൽ വിളിച്ച് പറഞ്ഞു, ഇപ്പം നേരിട്ട് ഇങ്ങനെ കണ്ട് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഫോണിലൂടെ വിളിച്ച് പറഞ്ഞാലും നേരിട്ട് പറഞ്ഞാലും സന്തോഷം. താങ്ക് യു. ഈ പരിവാറിൽ എന്താണ്? പരിവാറിൽ അച്ഛനല്ല. അതെ, അച്ഛൻ എന്ന് പറഞ്ഞ് അങ്ങനെ ടൈപ്പ് ചെയ്യപ്പെടില്ല. ഇപ്പൊ ഇതിൽ ഞാൻ വ്യത്യാസമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതില് എൻ്റെ ചേട്ടന്റെ പേരിൽ
ഊറ്റം കൊള്ളുന്ന ഒരു അനിയനാണ് ഞാൻ. എൻ്റെ ചേട്ടൻ്റെ പേര് കേട്ടാൽ തന്നെ ഞെട്ടും. ചേട്ടൻ്റെ പേരെന്തെന്നറിയോ? അങ്ങനെയാ, ഭീമൻ. ഭീമൻ. ചേട്ടൻ ആരെന്നറിയോ? ഇന്ദ്രൻ ചേട്ടൻ. യെസ്, ഇന്ദ്രൻസ് ആണ് എൻ്റെ ചേട്ടൻ ഭീമൻ. ഭീമൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സംഭവമില്ലേ? അതെ അതെ അതെ. അത് ഇതിനകത്ത് ഞെട്ടിക്കാനായിട്ട് വരെയാണ് ഭീമൻ. ആ ചേട്ടന്റെ അനുജനായിട്ടാണ്. അനുജനാണ്. പക്ഷേ അനുജൻ എന്ന് പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് എന്നെ ഓർഡർ വൈസ് അർജുനൻ എന്നായിരിക്കും എൻ്റെ ക്യാരക്ടറിന്റെ പേരെന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്താണെന്ന് അറിയില്ല, സംവിധായകരെ എനിക്ക് ഇട്ടിരിക്കുന്ന പേര് സഹദേവൻ. ഓ, അത് എളിമയായിപ്പോയല്ലോ. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഓർഡർ വൈസ് എനിക്ക് വരേണ്ടത് അർജുനൻ എന്നാണ്. കാരണം ധർമ്മൻ മൂത്ത ചേട്ടൻ മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടാണ് അമ്മ അഭിനയിക്കുന്നത്. രണ്ടാമത് ഭീമൻ, മൂന്നാമത് എനിക്ക് സ്വാഭാവികമായിട്ടും അർജുനൻ നല്ല പേരല്ലേ കിട്ടേണ്ടത്. പക്ഷെ എനിക്ക് തന്നിരിക്കുന്ന പേര് സഹദേവൻ എന്നാണ്. പിന്നീട് ചോദിച്ചോ? ഞാൻ ചോദിച്ചില്ല. പിന്നെ അത് എന്താ വെച്ചാൽ സഹദേവൻ എന്ന പേര് മോശമാണ് എന്നൊരു ധ്വനി അതിനകത്ത് വരില്ലേ? ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ സഹദേവൻ. അർജുൻ ചെറുപ്പക്കാരനായിട്ടുള്ള നായകൻ ഋഷിക്കാണ് അർജുനൻ എന്ന പേര് കൊടുത്തിരിക്കുന്നത്. നമ്മളെക്കാളും ഏറ്റവും നകുലൻ എന്ന് പറയുന്നത് പ്രശാന്ത് അലക്സാണ്ടർ ചെയ്യുന്ന കഥാപാത്രം. നകുലനേക്കാൾ പ്രായം കുറഞ്ഞ ഋഷിയാണ് അർജുനനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ പുരാണമായിട്ട് എന്ത് ബന്ധം? പുരാണം എന്ന് പറയാൻ നേരത്തെ ഇതിനകത്ത് ഒരു പാണ്ഡവരുണ്ട്. പാണ്ഡവരുടെ ഒരു ശ്രീകൃഷ്ണന്റെ സ്ഥാനത്താണ് നമ്മുടെ മീനരാജ് സാർ. ചെറിയ ശ്രീകൃഷ്ണനാണ്. ഇതിനകത്ത് ഉപദേശമൊക്കെ ഞങ്ങൾക്ക് തരികയാണ്. പാണ്ഡവർക്ക് വഴിതെറ്റിക്കാനുള്ള ഉപദേശമൊക്കെ കൊടുക്കുന്നത് ശ്രീകൃഷ്ണനുമാണ് ശകുനിയുമാണ്, രണ്ടുമാണ്. നോക്കൂ, ഏതാണെന്ന് പ്രേക്ഷകർ തീരുമാനിച്ചോട്ടെ. മീനരാജ് സാറ് നമ്മൾ ഫാലിമിയില് എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചതിന് ശേഷം ഇതിൽ ചെറിയച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുക. അപ്പോൾ പ്രായം കൊണ്ട് കുറച്ച് താഴെയാണെങ്കിലും ഇതിൽ അതിനേക്കാളും വെല്ലുന്ന ഒരു ചെറിയച്ഛനായിട്ട് ഒരു സംഭവം, ചെറിയച്ഛൻ്റെ പ്രകടനം, മിന്നുന്ന പ്രകടനം ഇതിനകത്ത് കാണാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നു ജഗദീഷേട്ടൻ പറഞ്ഞു വരുമ്പോൾ ഈ സിനിമ എല്ലാം കൊണ്ടും മികച്ചതാണ്. കോമഡി ഉണ്ടാകും, ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, അല്ലെ? എല്ലാം കൊണ്ടും ഏറ്റവും മികച്ചതാണെന്നുള്ള അവകാശം അതൊന്നുമില്ല. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് ഉത്സവും ഫഹദും ഇതിൻ്റെ സംവിധായകർ. ഇതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഈ സിനിമ എങ്ങനെ വരണം, ഈ സിനിമ ഇതാണ്, ഇങ്ങനെയൊക്കെയാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും അണുകിട വ്യതിചലിക്കാൻ ഞങ്ങളെ ആരെയും അനുവദിച്ചിട്ടുമില്ല. വേറെ ഒരു ഡയലോഗ് ഞങ്ങളെ പറയാൻ സമ്മതിച്ചിട്ടില്ല. ഇതിൽ സമ്മതിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളപ്പോൾ സംവിധായകരോട് ഞങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അത് അത്രയും മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഹ്യൂമറിന് കുറച്ചുകൂടെ മ്യൂസിക് വേണ്ടേ? വേണ്ട. ഇതാണ് അതിൻ്റെ കറക്റ്റ് മ്യൂസിക്. എഡിറ്റിംഗ് എല്ലാത്തിലും അവരുടേതായിട്ടുള്ള ഒരു ആധിപത്യം ഇതിനകത്തുണ്ട്. അവരതിൽ ഉറച്ചു നിൽക്കുന്നു. ആ തൻ്റെ ഇടത്തിന് നമ്മൾ എന്തായിരുന്നാലും അഭിനന്ദിച്ചേ പറ്റൂ. അവരഭിനന്ദിക്കണം. അവർ ഉറച്ചു നിൽക്കുകയാണ്. എഡിറ്റിംഗ് അവരുടെ ഒരു രീതിയിൽ, ആഗ്രഹിച്ച രീതിയിൽ തന്നെയാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. മ്യൂസിക് ബിജിപാലിൻ്റെ മ്യൂസിക്കാണ്. അവരാഗ്രഹിച്ച തരത്തിലുള്ള ഷോർട്സും, അവർ പറഞ്ഞ ഷോർട്സ്, നമ്മുടെ അഭിനയം അവരാഗ്രഹിക്കുന്ന കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ വിട്ട് പറയിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സന്തോഷത്തോടെ തന്നെ റീടേക്ക് ആണെങ്കിലും ഞങ്ങൾ അഭിനയിച്ചു കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? ഞങ്ങൾക്ക് അതല്ലാതെ ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു പ്രശ്നമില്ല. ഇല്ല. ഞങ്ങളെല്ലാം അത്യാവശ്യം ഞങ്ങൾ 4 പേരും നാടകവുമായിട്ടും ബന്ധമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അഭിനേതാക്കളാണ്. ഞങ്ങൾ സംവിധായകർ പറഞ്ഞാൽ അത് അനുസരിച്ച് അതിൽ പിടിച്ചു തന്നെ പോകുന്നു. അതെ, അത് നൂല് പോലെ അതിൽ പിടിച്ചു പോകാനും ഞങ്ങൾക്ക് കഴിയും. അതല്ല, കുറച്ചുകൂടെ ഇംപ്രവൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇംപ്രവൈസ് ചെയ്യും. അങ്ങനെയും ചെയ്തു കൊടുക്കും, എന്തും ചെയ്യും, അല്ലേ? ഇന്ദ്രൻസേട്ടാ, പേര് ഭയങ്കര കേട്ടോ. പക്ഷെ അതാണ്, ആ പേരിൽ ഭയങ്കര കൗതുകം വെച്ചിട്ടുണ്ട്. അനുജനായിട്ട് ജഗദീഷേട്ടൻ. പ്രായം കൊണ്ട് എങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾ 2 തിരുവനന്തപുരംകാരാണ്. ട്രിവാൻഡ്രങ്ങളിലുള്ളവർ തന്നെ നിങ്ങൾ, അല്ലേ? അല്ലണ്ണാ? അതെ. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ പ്രായം എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു കാലത്തും വിഷയം ആയിട്ടില്ല. ഞങ്ങൾ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും പറയുകയാണ് ഞങ്ങളാണ് ലോകത്തെ ഏറ്റവും പ്രായം കൂടിയതെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങൾക്ക് അതൊരു വിഷയമേ അല്ല. പറഞ്ഞു മനസ്സിലായില്ലേ? അതെ, പണി തന്നാ മതി, പക്ഷെ പണി തരരുത്, അല്ലേ? പണി തരണം, പക്ഷെ പണി തരരുത്. അത്രേ ഉള്ളൂ ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ജീവിച്ചു പോകുന്നുണ്ട്. ഇതൊക്കെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള 4 ആൾക്കാരാണ് ഞങ്ങൾ 4 പേരും. ഞങ്ങളെ 4 പേരും ഒരുമിച്ചിരുത്തി എന്തെന്ന് വെച്ചിരുന്നാൽ ഈ സിനിമയിൽ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന 4 പേരാണ്. ഞങ്ങൾ മറ്റുള്ളവർക്ക് ദ്രോഹമൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ 4 പേരും നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ അഭിനയിച്ച് ഇങ്ങനെയൊക്കെ ഒരു സൈഡിൽ കൂടെ ഞങ്ങൾ പൊക്കോളാം. ഞങ്ങളെ ആരും പണിയാറുണ്ട്, ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഇത് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹം. സാറാണെങ്കിൽ ഈ നാടക രംഗത്ത് സാർ അത്യാവശ്യം സംവിധാനമൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അഭിനേതാവ് മാത്രമല്ല, മീനരാജ് സാർ ഒരുപാട് എന്താ പറയുക,
അഭിനേതാക്കൾക്കും അഭിനേത്രികൾക്കും ഒക്കെ അവസരം കൊടുത്ത് അവരെ എല്ലാവരും ഇനാരാജ് സാറിനെ ഗുരുവായിട്ടാണ് ഇന്ന് കണക്കാക്കുന്നത്. അപ്പോൾ ആ ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആളെന്ന നിലയിൽ ഞാനും ഇന്ദ്രൻസും അമ്മയൊക്കെ അദ്ദേഹത്തോട് എപ്പോഴും എല്ലാ കാലത്തും ഞങ്ങൾ ബഹുമാനം കാണിച്ചിട്ടുണ്ട്. തിരിച്ച് അദ്ദേഹവും അതേ രീതിയിലുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് ഞങ്ങൾക്കും തന്നിട്ടുള്ളത്. അപ്പോൾ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന, ഒരേ രീതിയിൽ അഭിനയത്തെ കാണുന്ന, അഭിനയം എന്ന കലയെ കാണുന്ന, അഭിനയം ഒരേപോലെ അഭിനയിക്കണം എന്നുള്ളതല്ല, അഭിനയം എന്ന കലയെ ഒരേ രീതിയിൽ സമീപിക്കുന്ന 4 പേരാണ് ഞങ്ങൾ. ആ 4 പേരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. പരിവാർ സിനിമയുടെ ആ നെടും തൂണുകളാണ് ഇരിക്കുന്നത് എന്ന് വേണം പറയാൻ. ഇന്ദ്രൻ ചേട്ടാ ഓക്കെ അല്ലേ? എങ്ങനെ ഓക്കെ? സിനിമയുടെ കാര്യത്തിൽ സിനിമയുടെ കാര്യത്തിൽ ഓക്കെ. വേറെ കാര്യത്തിലും ഓക്കെ അല്ലാത്ത എല്ലാം ഓരോന്നോരോന്ന്. ഹൈദരാലിയുടെ ഒരു രഹസ്യം ഞാൻ പറയാം. 2-ാം ഊഴത്തിലെ ഭീമനെ കുറിച്ചാണ് ചർച്ച. ആരത് ചെയ്യും, മോഹൻലാൽ ചെയ്യുമോ മമ്മൂട്ടി ചെയ്യുമോ എന്ന് ഇന്നും ചർച്ചയാണ് എന്ന് പുറത്തു വരുന്നത്. ഞാനിവിടെ പറയുന്നു, ഞങ്ങളുടേത് 1-ാം ഊഴത്തിലെ ഭീമനാണ് ഇരിക്കുന്നത്. 1-ാം ഊഴത്തിലെ ഞങ്ങളുടെ അഭിമാനമാണ്. മറ്റത് രണ്ടാമതേ ഇനി വരും. അത് 2-ാമതേ വരുള്ളൂ. ആദ്യം അതിനു മുമ്പ് ഇനി മമ്മൂക്കയ്ക്കാണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും ഈ ഇതൊരു ബെഞ്ച് മാർക്ക് ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഇതിന്റെ മുകളിലേക്ക് പോകണം. ഈ ഭീമന്റെ മുകളിലേക്ക് അവർക്ക് പോകാൻ കഴിയുമായിരിക്കും. അതെ, ഈ ഭീമന്റെ മുകളിൽ വളരെ ഉയർന്ന തലത്തിൽ അവർക്ക് പോകാൻ കഴിയുമായിരിക്കും. പക്ഷേ ഇത് ഭീമനെ പോലെ അവർക്ക് ചെയ്യാൻ കഴിയില്ല. ഒരിക്കലും കഴിയില്ല. സാറ് പറയട്ടെ. തീർച്ചയായിട്ടും കഴിയില്ലോ. ഈ ഭീമനെ പോലെ അവർക്ക് ചെയ്യാൻ കഴിയില്ല. അത് പിന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഞാനത് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ദ്രൻസ് പറഞ്ഞു, ഞാനത് പറഞ്ഞ അത് അഹങ്കാരമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. പുള്ളി പറഞ്ഞത് ഞാനത് പറയാൻ പാടില്ല. ഞാനത് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളൂ, ഞാനത് പറയാൻ പാടില്ല. എനിക്കിനി മമ്മൂക്കയായിട്ട് മോഹൻലാലുമായിട്ട് മത്സരിച്ച് എനിക്ക് കാണാനുള്ളതാണ്. അതെ, ഇനി അവരെ കാണാനുള്ളതാണ്. പക്ഷെ ഞങ്ങൾക്കറിയാം പണിയെടുക്കേണ്ടി വരും. അവര് പണിയെടുക്കേണ്ടി വരും. ഇത് ഈ ഭീമനെ കണ്ടതിന് ശേഷം അവർ ഒരുപാട് തയ്യാറെടുപ്പുകൾ ഇപ്പൊ തന്നെ അവർ കുറെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഭീമനാകാൻ, MD സാറിന്റെ ഭീമനാകാൻ മാർച്ച് 7-ാം തീയതി സിനിമ കണ്ടതിന് ശേഷം അവര് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന തയ്യാറെടുപ്പിന്റെ നേരെ വരും. അത്തരത്തിലുള്ള ഒരു ഭീമനെയാണ് ഇതിൽ നമ്മൾ കാണാൻ. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇതിലെ ഭീമൻ ഞെട്ടിക്കും. കേട്ടോ, അത് പൊളിച്ചോട്ടോ. അവരൊന്നും കൂടെ തയ്യാറെടുക്കേണ്ട വരും അല്ലെ? അതിനകത്ത് ഇടയ്ക്കുണ്ടായാലും പറഞ്ഞു, വേറൊന്നുമില്ല, എനിക്ക് പണി വരില്ല, മമ്മൂക്കാനെയും മോഹൻലാലിനെയും ലാലേട്ടനെയും കാണാനുള്ളതെന്ന് പണി വരില്ലെന്നും കൂടെ പറഞ്ഞു. അതുകൂടെ ജഗദീഷേട്ടനെ ഏൽപ്പിച്ച. അതെ, ഇത് ഞാൻ പറഞ്ഞു എനിക്കത് പറയാൻ ഒരു മടിയില്ല. ഈ പരിവാറിലെ ഭീമൻ മമ്മൂക്കയും മോഹൻലാലിനെയും ഞെട്ടിക്കും. അവർക്ക് ചെയ്യാൻ പറ്റൂല. അവർക്ക് ചെയ്യാൻ പറ്റില്ല. അത്ര ധൈര്യമായിട്ട് പറയുന്നില്ലേ ഒരു നടൻ പറയുന്നില്ലേ? സീരിയസ് ആയിട്ട്, ഇത് തമാശക്ക് പറയുന്നില്ല. പക്ഷെ വേറെ കാര്യം ഞാൻ പറയാം, അവർ ചെയ്യുന്ന 2-ാം ഊഴത്തിലെ ഭീമൻ ചെയ്യാൻ ഇന്ദ്രൻസിനും പറ്റില്ല, ചെയ്യൂല. അത് ഭീമൻ ഇനി ചെയ്യില്ല. അത് ചെയ്യില്ല. വേറെ ഉണ്ടല്ലോ, വേറെ പലതുണ്ടല്ലോ അതിനകത്ത്. അതിലെ വേറെ എന്തെങ്കിലും ചെയ്യാൻ, അതിലെ ഭീമനെ ചെയ്യാൻ റെഡിയല്ല. ഇന്ദ്രൻസേട്ടാ, എന്തായാലും രസമാണ് എനിക്ക് ഈ ഭീമനെ കാണാൻ. 7-ാം തീയതി വരെ ഫിഗർ വെച്ചിട്ടല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് വേണമെങ്കിൽ ബോഡി വെച്ചിട്ട് 2-ാം ഊഴം ചെയ്യാൻ പറ്റും. പക്ഷെ അതൊന്നും വേണ്ട, ഈ ഭീമൻ മതി. ഈ ഭീമൻ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയും. ഇതൊരു 1.5 ഭീമനാണ്. അതല്ലേ, കാത്തിരിക്കാം 7-ാം തീയതി വരെ. 7-ാം തീയതി വരെ പ്രഷർ കാത്തിരിക്കുക. ഇത് ഈ ഭീമനെ നിങ്ങൾ പറയേണ്ടതായി വരും, പലതും നിങ്ങൾക്ക് കാണേണ്ടതായി വരും. യാതൊരു മാറ്റവും ഇല്ല. എങ്ങനെ പോകുന്നു ഭീമൻ എന്ന് പറഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ പഞ്ചപാണ്ഡവന്മാരെയൊക്കെ കെട്ടി നിർത്തൂല്ലേ, അതിൽ ഏറ്റവും അഴകുള്ള ഭീമനാണ് ഈ സിനിമയിലെ ഭീമൻ. ഇത് എന്തൊക്കെ ഉണ്ട് ഈ സിനിമയിൽ, വെറുതെ പറയില്ലല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ പറയില്ല, ഇത് തന്നെ ഭീമനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജഗദീഷ് ചേട്ടി. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തൊക്കെ ഉണ്ട് ഇതിനകത്ത് ഉണ്ട്. എനിക്ക് യാതൊരു മാറ്റവും ഇല്ലാന്ന് എനിക്ക് ഉറപ്പാണ്. ഇതില് ഞാനൊക്കെ ഇതിനകത്ത് എന്താ പറയാ, നർമ്മമുള്ള ഒരു കഥാപാത്രം തന്നെയാണ് ചെയ്യുന്നത്. സഹദേവൻ നമ്മുടെ ചെറിയച്ഛൻ്റെ ഉപദേശമൊക്കെ സ്വീകരിച്ച്, പക്ഷെ ചെറിയച്ഛൻ്റെ ഉപദേശം സ്വീകരിക്കാത്ത ആളാണ് ഇതിനകത്ത് ഭീമൻ. ശ്രീകൃഷ്ണന്റെ ഉപദേശവും ശകുനിയുടെ ഉപദേശം ആയിക്കോട്ടെ, ആരുടെ ഉപദേശം ആയിക്കോട്ടെ, സ്വീകരിക്കാത്ത ഒരാളാണ് ഇതിലെ ഭീമൻ. അപ്പൊ മനസ്സിലായില്ലേ? ഞാനും പ്രശാന്ത് അലക്സാണ്ടറിന്റെ നകുലനും ഒക്കെ ചെറിയച്ഛൻ പറയുന്ന അനുസരിക്കും, ഈ അമ്മയെ അനുസരിക്കും. പക്ഷെ ഇത് അതനുസരിക്കില്ല. സ്വന്തമായ വ്യക്തിത്വമുള്ള ഭീമനാണ്. എങ്ങനെ മസില് അത്ര ഇല്ല, മസിലില്ല. മസില് വേണ്ടല്ലോ നമുക്ക്. മസിൽ എന്തിന് മസില്? മനസ്സുണ്ടെങ്കിൽ എന്തിന് മസില്? ഒരു കാര്യമില്ല. എനിക്ക് വല്ല മസിലുണ്ടോ? അതെ, ഉണ്ടോ?
അപ്പൊ ഓക്കെ അല്ല നമ്മൾ രണ്ടും ഓക്കെ ആയിരുന്നു ചേട്ടാ. ഓക്കെ ഓക്കെ. നമ്മൾ എവിടെയും കയറി ചെന്ന് എന്ത് നമ്മൾ കൈകാര്യം, ഞാൻ എവിടെയും കയറി ചെന്ന് വാർത്തയാണോ ഈ ഭീമൻ എവിടെയും കയറി ചെന്ന് കുറെ കാര്യങ്ങൾ ഈ സിനിമയിൽ കാണിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ഭീമനാന്ന് കേട്ടപ്പോ എന്താ തോന്നിയത്? അതുകൊണ്ട് മാത്രമാണ് ഞാൻ കമ്മിറ്റ് ചെയ്തത്. അതിൽ വേറൊരു ക്യാരക്ടറാണെങ്കിൽ ഞാൻ സത്യത്തിൽ ഉണ്ടാവും. വേണ്ടാന്ന് പറയും. ഭീമൻ എന്ന് കേട്ടപ്പോൾ തന്നെ ചാടി വീണു. അതാണ് ഇന്ദ്രൻ ചേട്ടാ, ഇത് എവിടെ പോകണമെന്ന് എനിക്ക് മനസ്സിലാണുള്ളത്. വളരട്ടെ അത് മലയാള സിനിമ വളരട്ടെ, മലയാള സിനിമ വളരട്ടെ, ബേസായിട്ട് അത് വളരണം. അതിൽ ഭീമനായ ബഹദും ഒക്കെ തയ്യാറായി ഇറങ്ങിയിരിക്കുക. നമ്മൾ കൂടെ നിന്നാ മതി. ഞങ്ങൾ നാലുപേരും കൂടെ നിന്ന് കൊടുത്താൽ മതി അല്ലേ? ഒത്തിരി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ദ്രൻ ചേട്ടൻ, ഒത്തിരി നിങ്ങൾ തമ്മിൽ ഒത്തിരി കഥാപാത്രങ്ങൾ, നിങ്ങൾ എത്രയോ വർഷങ്ങളായി ഈ മേഖലയിലുണ്ടല്ലേ? ആ മേഖലയിൽ നിങ്ങൾ ഒരുമിച്ചുള്ള യാത്ര തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോഴും ഇതേ ഇതിൽ എല്ലാ ആളുകളുമായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയ 2 നടന്മാരാണ്. അത് ദൈവാധീനമാണ്, പ്രേക്ഷകരുടെ ഇഷ്ടമാണ് നിങ്ങൾ ഇപ്പോഴും നിർത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഏറ്റവും അടുപ്പമുണ്ടായ ഒരു സിനിമയുടെ പേര് പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും തന്നെ ചേട്ടൻ? ഇപ്പം പരിവാർ പറയും. ഇപ്പൊ പിന്നിലോട്ട് ഒത്തിരി സിനിമ, ഒരുപാട് സിനിമകളുണ്ട്. ഒരു അനുഭവം പറയാൻ ഞങ്ങൾ അത് പ്രേക്ഷകരെ അധികം കണ്ടിട്ടില്ലെങ്കിലും ജലാംശം എന്ന് പറയുന്ന ചിത്രം MP സുകുമാരൻ നായർ സാർ സംവിധാനം ചെയ്ത ചിത്രം ക്ലാസിക് സിനിമയാണ്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതല്ലാതെയുള്ള തമാശയുള്ള സംഭവങ്ങളൊക്കെ, കാതിലൊരു കിന്നാരം, ബ്ലൈൻഡായിട്ട് അഭിനയിക്കുന്ന കഥാപാത്രം, ഇന്ന് എനിക്ക് ഭയങ്കര രസമായിട്ടുള്ള ഇന്ദ്രൻസുമായിട്ടുള്ള സീൻസൊക്കെ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തിൽ ഇന്ദ്രൻസിൻ്റെ ഒരു സെക്യൂരിറ്റി ഭയങ്കര രസമാണ്. ഞാനും കാവേരി നായകന്മാരായിട്ട് അഭിനയിച്ച ഗ്രാമപഞ്ചായത്ത്. അതിൽ കാവേരിക്ക് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന എക്സ് മിലിറ്ററി ആയിട്ട് ഒരു മീശയൊക്കെ പിടിപ്പിച്ച് നിൽക്കുന്ന ഇന്ദ്രൻസ്. അങ്ങനെയുള്ള ഞങ്ങളുടെ കോമ്പിനേഷനിൽ ഒരുപാട് നല്ല വേഷങ്ങളുണ്ട്. ഒത്തിരി വേഷങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഇന്ദ്രൻസ് ഇപ്പോഴും ജഗദീഷ് ചേട്ടനും കൂടെ യാത്ര ചെയ്ത് ഇപ്പോഴും ഈ സിനിമയിൽ എത്തിയിരിക്കുമ്പോൾ ജഗദീഷ് ചേട്ടൻ എന്ന വ്യക്തിക്കുണ്ടായ ഒരു മാറ്റങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു സ്വഭാവങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത്? ഞാനിങ്ങനെ വഴുതി പോകാതിരിക്കാൻ സിനിമ ഇങ്ങനെ അടുത്തത് എന്ന് നോക്കിയിരിപ്പുണ്ട്. അതെന്നെ കൂടുതൽ പ്രേരിപ്പിച്ചത് സാറിനെ ഒന്ന് ആലോചിക്കുമ്പോഴത്തന്നെ. സാറൊരു ചേഞ്ച് കുറച്ചങ്ങനെ ചെയ്യും, കുറച്ചിങ്ങനെ ചെയ്യും, അടങ്ങിയിരിക്കുന്ന പരിപാടിയേ ഇല്ല. അതിനിടയ്ക്ക് ഒരു വിദേശ ഷോയ്ക്ക് പോകണതാണ്, പിന്നെ തിരിച്ചു വന്ന ചാനലിൽ എന്താ ചെയ്യണം, പിന്നെ സിനിമയാണ്, പിന്നെ എഴുതുന്നതാണ്. അപ്പോഴത്തേക്ക് നമുക്ക് വിശ്രമിക്കാൻ തോന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ മാറി മാറി ചെയ്യണമെന്നുള്ളത് ഇതാണെങ്കിൽ ഇത് തന്നെ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് പിന്നെ അന്വേഷിച്ചെടുത്തൊന്നും ഇതുവരെ എത്തിയിട്ടുമില്ല. നമ്മൾ ഓരോ സമയത്തും നിൽക്കുന്നു, കുറച്ച് കോമഡി ചെയ്തു, സീരീസ് ചെയ്തു, മാറുന്നു, പുതിയ പുതിയ ആൾക്കാർ വരുന്നു, വലിയ വലിയ സിനിമകൾ വരുന്നു. അതിനേക്ക് ഒപ്പമെങ്കിലും കുറച്ച് തൊട്ടു പിന്നിലെങ്കിലും എത്താൻ പാകത്തിന് ആക്കിയെങ്കിലും എന്നുള്ള ഒരു തയ്യാറെടുപ്പാണ്. നല്ല കഥാപാത്രങ്ങൾ സിനിമയിൽ കൂടെ ചേരണം. അതുകൊണ്ടാണ് എപ്പോഴും സാറിനെ കുറക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സാറിനുള്ള വിളിയാണ് എപ്പോഴും. അത് അങ്ങനെ അത് പണ്ടോട്ട് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ കോസ്റ്റ്യൂം ചെയ്യുന്ന സമയത്ത് തന്നെ ഏതോ റാവുത്തറുടെ പടത്തിലേക്ക് സാറുണ്ട്. അപ്പോഴും സാർ MG കോളേജിൽ പഠിപ്പിക്കുന്ന സമയം. അപ്പോൾ അതിന്റെ എല്ലാവരും അങ്ങനെ തന്നെ വിളിക്കുള്ളൂ. ആദ്യം കോസ്റ്റ്യൂം ചെയ്യുന്ന സമയത്ത് അന്ന് തുടങ്ങിയ വിളി ഇപ്പോഴും സാറെന്നുള്ള വിളി അല്ലേ? അത് ഇന്ദ്രൻസ് ചേട്ടൻ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെയൊക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ജഗദീഷന് ചേട്ടാന്ന് വിളിക്കാൻ ഉണ്ട് വരുന്നത്. ജഗദീഷന് സാറെന്ന് വിളിക്കുന്ന ഒരു സിനിമാ മേഖലയിൽ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? കുറവാണ്. പക്ഷേ വേറെ ആരുണ്ട്. ഇപ്പം ഞാൻ മീനാരാജ് സാറിനെ സാർ എന്നാണ് വിളിക്കുന്നത്, സാർ എന്നെയും സാർ എന്നാണ് വിളിക്കുന്നത്. രണ്ടുപേരും അതൊരു ഞാനൊരു അധ്യാപകൻ എന്നുള്ള ഒരു പരിഗണന. പിന്നെ അദ്ദേഹവും ഒരു അധ്യാപകനാണ്. കോളേജിലോ സ്കൂളിൽ പോയി പഠിപ്പിക്കുകയല്ല, ഒരുപാട് പേർക്ക് നാടകം പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരു സാറാണ്. അപ്പോൾ ആ സാറെന്നുള്ള ഒരു ബഹുമാനം വേണമെങ്കിൽ മീനാരാജ് ചേട്ടാന്ന് വിളിക്കാം, എന്നെ ജഗദീഷ് ചേട്ടാന്ന് തിരിച്ചു വിളിക്കാം, അങ്ങനെ എങ്ങനെയൊക്കെ വിളിക്കാം. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാർ എന്നാണ് വിളിക്കുന്നത്. വെട്ടിയാർ അമ്മ എന്നല്ലേ, അമ്മ എന്ന സ്ഥാനം ചേർത്തല്ലേ നമ്മളെല്ലാം. അതെ. അപ്പം അങ്ങനെയൊക്കെ ഓരോ രീതി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ രീതി അനുസരിച്ച് ഫോളോ ചെയ്യുന്നു, ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നുള്ളൂ അല്ലേ? സാർ, നിലവിൽ ഇവരുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ എനിക്ക് നിങ്ങളുടെ ഫസ്റ്റ് പടത്തിൽ തന്നെ അച്ഛനായിട്ടുള്ള വേഷം ഭയങ്കര ഇഷ്ടപ്പെട്ട് പ്രേക്ഷകർ കൈ നീട്ടിയ സിനിമയാണ് ഫാലിമി. അതെ. ഇപ്പോൾ ഈ പരിവാറിലേക്ക് എത്തിക്കഴിയുമ്പോൾ വീണ്ടും ജഗദീഷ് ചേട്ടൻ്റെ കൂടെ എത്തുകയാണ്. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലേക്ക് എന്നെ എത്തിച്ചത് ജഗദീഷ് സാറാണ്. ഈ സംവിധായകർക്ക് എൻ്റെ പേര് പറഞ്ഞത്, എന്നെ വിളിക്കുന്നു പറഞ്ഞത്, അത് സാറിനോട് പറഞ്ഞു ഇങ്ങനെ കുട്ടികൾ വിളിക്കും. അതായത് എന്നെ ഇങ്ങോട്ട് എത്തിച്ചത് ജഗദീഷ് സാറാണ്. അല്ലാണ്ട് ഇവർക്ക് എന്നെ പരിചയമില്ല.
പിന്നെ ഞങ്ങൾ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ശാലിനി ഈ പറഞ്ഞ പോലെ 10-35 ദിവസം ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു. ഇവിടെയും 10-30 ദിവസം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഒഴിവ് കിട്ടുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ ഒരുപാട് സംസാരിക്കാറുണ്ട്. അത് സിനിമയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. സാറും പുസ്തക വായനക്കാരനാണ്, നാടക സ്നേഹിയാണ്. സാർ അഭിനയിച്ച നാടകത്തിൽ ഡയലോഗുകളൊക്കെ ഇപ്പോൾ വയലാ വാസുദേവൻ പിള്ള സാറിൻ്റെ കൂടെ അഭിനയിച്ച ഡയലോഗുകളൊക്കെ ഞങ്ങളോട് ഇരുന്ന് പറയും. അപ്പോൾ അങ്ങനെ കൊടുക്കൽ വാങ്ങലുണ്ട്. പിന്നെ ഇന്ദ്രൻസ് ചേട്ടന് സാറുമായിട്ടും ഒരു ബന്ധമുണ്ട് കേട്ടോ. എൻ്റെ ഈ സാലിമിലേക്ക് ഞാൻ എത്തുന്നതിന് മുമ്പ് അർച്ചന 31 നോട്ട് ഔട്ട് എന്നൊരു സിനിമയിൽ ഒരു ശ്രദ്ധേയമായ വേഷമായിരുന്നു. സിനിമ അധികം ഓടിയില്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ആ സിനിമയിൽ അഭിനയിച്ചു. ഈ സിനിമയ്ക്ക് മുമ്പ് അതുപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങാനിരിക്കുന്ന മറ്റൊരു സിനിമയുണ്ട്, ആനീസ് കേക്ക്. അതിലും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ ഇല്ലെങ്കിലും രേഖാചിത്രത്തിലും ഞങ്ങൾ 3 പേരും ഉണ്ട്. 3 പേരും കോമ്പിനേഷൻ ഒന്നും ഉണ്ടായില്ലെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ വന്നുപെട്ടു. ഈ സിനിമയുടെ കഥ വേണേൽ വിഷയം മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ടാകാം ആളുകൾ, ഈ പറഞ്ഞ പോലെ ധനത്തിനോടുള്ള അർത്ഥം. പക്ഷേ ഇതിൻ്റെ സമീപനം വേറെയാണ്. അതാണ് ഈ സിനിമയുടെ എന്നെ ആകർഷിച്ച ഘടകം. മറ്റു പലരും പറഞ്ഞു പോയ വിഷയം ഇവർ സമീപിച്ചിരിക്കുന്നത് മലയാള സിനിമയിൽ ഇതിനു മുമ്പ് ഈ വിഷയത്തിൽ ഇങ്ങനൊരു സമീപനം ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു ആസൂത്രണമൊക്കെ അവർക്കുണ്ടായിരുന്നു. പിന്നെ 2 കുട്ടികളും കാര്യങ്ങൾ ഇതൊക്കെയാണെങ്കിലും സാറ് പറയുന്ന പോലെ ജഗദീഷ് സാർ പറഞ്ഞില്ലേ, അവർ നമ്മളോട് സൗമ്യമായിട്ടാണ് പറയുന്നതെങ്കിലും അവർക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ആ ഷോട്ട് എങ്ങനെയായിരിക്കണം, അതിൻ്റെ കഥാപാത്രത്തിൻ്റെ പ്ലേസ്മെൻറ്റ് എങ്ങനെയായിരിക്കണം, അതവർ നമ്മളോട് ഈ പ്രാവിനെ പിടിക്കുന്ന പോലെ പിടിക്കുന്നവർ. മുറുക്കി പിടിച്ചാൽ ചിലപ്പോൾ പ്രാവ് ചത്തുപോകുന്നുള്ള കരുതി. പക്ഷേ അവരുടെ പിടുത്തം ഉണ്ട്, നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം അവരുടെ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞങ്ങൾ അവരുടെ കയ്യിലെ ടൂൾസായിരുന്നു. കറക്റ്റ്. വലിയ ഉദാഹരണം കേട്ടോ, ഏറ്റവും നല്ല ഉദാഹരണമാണ് പറഞ്ഞത്. ഞങ്ങളെല്ലാം സംവിധായകരുടെ കയ്യിലെ ടൂൾസ് ആയിരുന്നു. ജഗദീഷ് നേരത്തെ ആ നൂലിൽ പിടിച്ചു പോകുമായിരുന്നു. അതിൻ്റെ ഒരു സാധനമാണ് ഇപ്പോൾ പറഞ്ഞത്. അതെ അതെ അതെ. കാരണം വെച്ചെന്നാൽ ഇതിൻ്റെ ഒരു നമ്മൾ പല തീമും കേൾക്കുമ്പോൾ അത് ഇത്രയും മതിയോ, അത് കുറച്ചുകൂടെ ഇന്ന രീതിയിൽ പോകേണ്ടതല്ലേ, കഥാഗതി ഇങ്ങനെ പോയാൽ നന്നായിരിക്കില്ലേ എന്ന ചോദ്യത്തിനൊക്കെ അവരുടെ മനസ്സിൽ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞാൽ വേണ്ട, അങ്ങനെ പോകേണ്ട കാര്യമില്ല, ഈ കഥ ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, ഈ കഥയിലെ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥ ഇതാണ്, അവരുടെ മനസ്സുകൾ സഞ്ചരിക്കുന്ന ഈ രീതിയിലാണ്, ഓരോ കഥാപാത്രങ്ങളും ഞങ്ങൾ നിർവചിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, അതിൽ കൂടുകയും വേണ്ട കുറയുകയും വേണ്ട, നിങ്ങൾ ഞങ്ങളുടെ മനസ്സിലുള്ള ആ കഥാപാത്രമായിട്ട് തന്നെ അഭിനയിച്ചാൽ മതിയെന്ന് വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ഫോളോ ചെയ്തു, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. കറക്റ്റ് നിങ്ങൾ ചെയ്തു. ഇത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സിനിമകൾ കാണുമ്പോൾ, നാടകങ്ങൾ കാണുമ്പോൾ, കഥകൾ വായിക്കുമ്പോൾ ചില യുക്തിക്കും നിരക്കാത്ത ചില കാര്യങ്ങൾ നമുക്ക് തോന്നും പ്രേക്ഷകൻ അല്ലെങ്കിൽ വായിക്കുന്ന. അതെങ്ങനെ ശരിയായല്ലോ, അതെന്താ അങ്ങനെ വന്നതെന്ന് ചോദ്യം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയുടെ കഥ ശ്രദ്ധിച്ചപ്പോൾ, ഇവർ പറഞ്ഞു വന്നപ്പോൾ, തിരക്കഥ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ കഥ യുക്തിഭദ്രമായൊരു കഥ. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നൊരു ചോദ്യം കഥാകൃത്തുക്കളുടെ പേര് വരുന്നത്. കാരണം അത് ഈ യുക്തിഭദ്രമായിട്ടാണ് ഓരോ നീക്കം, ഓരോ സംഭവങ്ങളുണ്ട്, ഓരോ കഥാപാത്രങ്ങളുടെ ഡെവലപ്മെൻറ്റും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇതൊരു യുക്തിഭദ്രമായ കഥ, അത് രസകരമായി അവർ സമീപിച്ചിട്ടുമുണ്ട് ഈ വിഷയം. അവരുടെ ഹ്യൂമറിനോടുള്ള അവരുടെ കാഴ്ചപ്പാട് സാധാരണഗതിയിലുള്ള ഹ്യൂമറിൽ നിന്നും വ്യത്യാസമുള്ളതാണ്. അപ്പോൾ അത് നമ്മൾക്കിപ്പോൾ സ്ട്രിക്റ്റായിട്ടുള്ള അധ്യാപകരും വളരെ ലിബറലായിട്ടുള്ള അധ്യാപകരും നമുക്ക് ഒരേപോലെ ഓക്കെയാണ്. അവർ നമ്മുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇതിലെ ഇവർ സ്ട്രിക്റ്റായിട്ടുള്ള അധ്യാപകരായിരുന്നു ഈ സംവിധായകർ. അവർക്ക് ഇന്ന തന്നെ വേണമെന്നുള്ള അതിൽ അവർ ഉറച്ചു നിന്നു. അതിൽ നമുക്കൊരു വിഷമവും ഇല്ല, പരിഭവമില്ല, നമ്മൾ അതേപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞല്ല അതേപോലെ ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് വ്യക്തമായിട്ടുള്ള ഇതാണ് ഞങ്ങളുടെ മനസ്സിലുള്ള ഹ്യൂമർ, ഇത് മതി. മാത്രമല്ല അതിൻ്റെ ഇത് വേണം. ഡബ്ബിങ് സമയത്തും അദ്ദേഹം ഞാൻ കുറച്ചുകൂടെ എന്തെങ്കിലും ഇങ്ങനെ പറയണോ വേണ്ട, ഷൂട്ടിംഗ് സമയത്ത് പറഞ്ഞല്ല, കുറച്ചുകൂടെ ഒന്ന് ഡബ്ബിങ്ങിൽ ആവശ്യമില്ല, ഇതേ രീതിയിൽ ഷൂട്ടിംഗ് സമയത്ത് പറഞ്ഞതുപോലെ മാത്രം ചെയ്താൽ മതി, എക്സ്ട്രാ ഒന്നും മാറ്റണ്ട. ആ കോൺഫിഡൻസ് ഇവർ ചിത്രം കണ്ടതിന് ശേഷവും പറഞ്ഞു, ഞങ്ങൾ 100% ഹാപ്പിയാണ്, അത് നന്നായി വന്നിട്ടുണ്ടെന്ന്. അത്രയും ഉറപ്പോടുകൂടി അവർ പറയുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ തോന്നുന്നു. തീർച്ചയായിട്ടും അതിൽ അവരുടെ ആ കോൺഫിഡൻസിൽ നമുക്ക് സന്തോഷമുണ്ട്. അവർ പറഞ്ഞു ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഇത് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്, ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു നല്ല കലാസൃഷ്ടിയായിട്ട് വന്നിട്ടുണ്ട്, ഇത് ഈശ്വരാനുഗ്രഹത്താൽ ഞങ്ങൾക്ക് പേര് കിട്ടും, നിങ്ങൾക്കും പേര് കിട്ടും എന്ന് പറഞ്ഞു.
ഞങ്ങൾക്ക് പേര് കിട്ടുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും സന്തോഷം തോന്നി. അതെ, ഇനി പ്രേക്ഷകർ തീരുമാനിക്കാം. പ്രേക്ഷകരാണ് ഇത്. അമ്മ ഈ ആക്റ്റീവ് അല്ലാണ്ട് അമ്മ ഈ വീഡിയോ ചെയ്താൽ ആക്റ്റീവ് ഉള്ളോ? അങ്ങനെ ഒരു വീഡിയോ ചെയ്യും ഇവിടെ വെച്ചാൽ നമുക്ക്. അമ്മ വീഡിയോ ചെയ്താൽ ആക്റ്റീവാണ്. ഇവർ എൻ്റെ ഇടയ്ക്കൊക്കെ സംസാരിക്കണം. എന്താ പറയണം? ചോദിച്ചാ എന്തിനും മറുപടി പറഞ്ഞു. ചോദിച്ചാൽ എന്തിലും മറുപടി വരും. നമുക്കൊരു വീഡിയോ മൂഡിലേക്ക് പോകാന്നേ. അത് അവനും കൂടെ ഉണ്ടല്ലേ പറ്റൂ. അതെയോ? അതാണ് പ്രശ്നം. ഇവരിൽ ഒരാളെ സെലക്ട് ചെയ്ത് ഇന്ദ്രൻ ചേട്ടൻ സെലക്ട് ചെയ്ത് ഒരു വീഡിയോ ഒരു കണ്ടന്റ് കൊടുത്തേ. സാർ എനിക്ക് പറഞ്ഞു തരണം, ഞാൻ സാറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അല്ല അല്ല, നമുക്ക് സാറ് പറയണം ഇങ്ങനെ വെട്ടിയറയെന്ന് പറയുമ്പോ ഞാൻ അതുപോലെ. അതെയോ? അതെ. അപ്പൊ നമുക്ക് മാർച്ച് 7-ാം തീയതി സിനിമ വരുവാണ്. ആ രീതിക്കൊന്ന് ഇൻട്രൻസായിട്ട് നിങ്ങളൊന്ന് അപ്പൊ ഒരു കാര്യമൊക്കെ ചോദിച്ചേ. അത് ചോദിക്കാൻ പറ്റും. പത്രപ്രവർത്തക എന്ന നിലയിൽ ചോദിച്ചേ, ഞങ്ങളോട് ചോദിച്ചേ. ചോദിക്കേ. സാറേ നമുക്ക് സിനിമ എല്ലാം കാണണ്ടേ? പിന്നെ ഉറപ്പല്ലേ, കാണണ്ടേ? സാറിനോടും കൂടെ സിനിമ കാണണം. അതെ. എങ്ങനെയാണ് എന്നാലും അറിഞ്ഞോ എന്തുവാ നിന്റെ? അത് വളരെ നല്ല റിപ്പോർട്ടാണ് കിട്ടിയത്. എന്താ അമ്മയ്ക്ക് കിട്ടിയ റിപ്പോർട്ട്? എനിക്കൊന്നും കിട്ടിയില്ല. കിട്ടിയിട്ടില്ല റിപ്പോർട്ട്. അല്ലേ? ഉണ്ട്, ഇത് ഇറങ്ങിയില്ലല്ലോ. ഓ, അപ്പൊ പറഞ്ഞു മാർച്ച് 7 നമ്മള് പറഞ്ഞ വേറെ സിനിമയായി. അല്ല, ഇങ്ങനെയാണ് ഇവർ കണ്ടന്റ് ഉണ്ടാക്കുന്നേ. കണ്ടന്റ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഞാൻ വേറെ രീതിക്ക് കണ്ടന്റ് ചോദിക്കട്ടെ അമ്മയുടെ അടുത്ത്. ഞാൻ 7-ാം തീയതിയാണ്. അമ്മ 7-ാം തീയതി എന്താണ് പരിപാടി? നമ്മുടെ പരിവാർ സിനിമ ഇറങ്ങുന്നത്. ഏത് പരിപാടിയാണ് അമ്മയുടെ പരിപാടി എന്ന് പറഞ്ഞത്? ഞാനോ? ഞാൻ അതിനകത്ത് ഇവരുടെ എല്ലാം ചേട്ടത്തിയാ. അതല്ലേ? അപ്പൊ 7-ാം തീയതി അമ്മയ്ക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല? ഇല്ല, ഇത് തന്നെ പരിപാടി. അമ്മയുടെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ട്, അതിന് പോണില്ലേ? ഇല്ലില്ല, ഇത് തന്നെ. എല്ലാരും എന്റെ കൂടെ ഉള്ളവരെല്ലാം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പൊ കുടുംബത്തിലെ കല്യാണത്തിന് വന്നവരൊക്കെ സിനിമയ്ക്ക് കൊണ്ടാന്ന് തീരുമാനിച്ചോ? അല്ല, എന്റെ കൂടെ ഞാനൊരു കുടുംബശ്രീയിലൊക്കെ ഉണ്ട്. അവരെ എല്ലാരെയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞേക്കുവാ. അപ്പൊ എല്ലാരെയും കൊണ്ട് ഞാൻ പോകും. സിനിമ കാണാൻ പോകും അല്ലേ? അപ്പൊ 7-ാം തീയതി വേറെ കല്യാണത്തിനൊന്നും പോണില്ല? ഇല്ല. അപ്പൊ മകൻ കല്യാണത്തിന് പോകുന്നു പറഞ്ഞു. വേറെ അവൻ പൊയ്ക്കോട്ടെ. കുടുംബശ്രീയുടെ എല്ലാവരും നമ്മൾ സിനിമയ്ക്ക് കൊണ്ടുപോകും അല്ലേ? ഇങ്ങനെയല്ല കണ്ടന്റ് ഉണ്ടാക്കണം നിങ്ങൾ ഇടയ്ക്ക്. അതെ. ഇതേപോലെ ഇതിനിടയ്ക്ക് പരിവാർ എന്നല്ലേ ഇത്? പരിവാർ എന്ന് പറഞ്ഞാൽ ഫാമിലി എന്നല്ലേ അർത്ഥം? അല്ല, ഇംഗ്ലീഷിൽ വാർ എന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചില്ലേ? പരിവാർ. വാർ എന്ന് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. അതൊരു യുദ്ധമാണ്, കുടുംബയുദ്ധമാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, മത്സരവും യുദ്ധവും ഒക്കെ ഉണ്ട്. അല്ല, ഭീമനായിരിക്കും ആ മത്സരത്തിൽ വിജയിക്കുന്ന എനിക്ക് തോന്നണം. ഭീമൻ എല്ലാവരും വിജയിക്കണം, എല്ലാവരും വിജയിക്കണം. അതിന് ഭീമന്റെ ഗതയില്ലല്ലോ. ആയുധമില്ലാത്തവൻ അടരാടുന്നത് എങ്ങനെ? പക്ഷേ ഭീമന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഉണ്ട്. പക്ഷെ ഗതയില്ലാത്ത ഭീമൻ. ആയുധമൊന്നും വേണ്ട, ഒന്നും വേണ്ട, മതി, നോട്ടം മതി, ചോളിപ്പോവും. കാരണം ഭീമൻ ഇതിനകത്ത് ഭീമന്റെ ചിന്തയൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം, നകുലനും സഹദേവനും മനസ്സിലാക്കിയെടുത്തോളം ഭീമൻ നിസ്വാർത്ഥനാണ്, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്. ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം നന്മ മാത്രം ചിന്തിക്കുന്ന ആളാണ്. അച്ഛനോട് വളരെയധികം സ്നേഹമുള്ള ഒരാളാണ്. ഞങ്ങളുടെയൊക്കെ സ്നേഹത്തിൽ ചിലപ്പോൾ സ്വാർത്ഥത ഉണ്ടായിരിക്കാം, ഇദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൽ ആ സ്വാർത്ഥതയൊന്നുമില്ല, അല്ലേ? അങ്ങനെയുള്ള ഒരു മാതൃക ഭീമനാണ്. ഇങ്ങനത്തെ ഭീമന്മാരുണ്ടാവുമോ ലോകത്ത്? ഉണ്ടാവും. അച്ഛൻ ഭദ്രമായിരിക്കണം. അതെ, അച്ഛന് നന്നായിരിക്കണം, അച്ഛൻ്റെ മുതലുകളും എല്ലാം ഭദ്രം. അതെ. ഈ ഭീമനെ കാണാൻ വേണ്ടി 7-ാം തീയതി രാവിലെ ഞാൻ പോവാണ്. എന്നിട്ട് ഈ ഭീമന്റെ ഗതയുണ്ടോ, നാവാണോ, നോട്ടമാണോ എന്ന് ഞാൻ കൃത്യമായിട്ട് പറയും. പറയണം. എനിക്ക് ഭീമനെ കുറിച്ച് കുറെ സംസാരിക്കാനുണ്ട് കേട്ടോ. ഈ ചിത്രം റിലീസായതിനു ശേഷം ഒരു പ്രത്യേക ഇന്റർവ്യൂ വെച്ചോളൂ. ഈ ഭീമനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും. അല്ലേ? നേരത്തെ ഞാൻ ജഗദീഷ് ചേട്ടനെ കുറിച്ച് ഇന്ദ്രൻ ചേട്ടനോട് ചോദിച്ചില്ല. അപ്പോൾ കുറേ സിനിമയുടെ ആദ്യ സിനിമയും കാര്യങ്ങൾ പറഞ്ഞു. ജഗദീഷ് ചേട്ടനൊരു അനുഭവം ഉണ്ടല്ലോ, ഇന്ദ്രൻ ചേട്ടനായിട്ടുള്ള അനുഭവം എന്നും ഓർത്ത് വയ്ക്കുന്ന ഒരു അനുഭവം എന്തായിരിക്കും നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോയിൽ എപ്പോഴും ഓർത്ത് വയ്ക്കുന്ന ഒരു അനുഭവം? അല്ല, ഇന്ദ്രൻസിൻ്റെ വളർച്ച തന്നെയാണ് എൻ്റെ മനസ്സിൽ എന്നും ഉള്ളത്. കാരണം ഈ കോസ്റ്റ്യൂമറായിട്ട് ജോലി ചെയ്യുമ്പോൾ ചെറിയ ചെറിയ വേഷങ്ങളിൽ ഇന്ദ്രൻസിന് അഭിനയിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഈ തിരക്കിൻ്റെ ഇടയിലും വന്ന് അഭിനയിച്ച് അതിൽ വേഷങ്ങൾ ക്ലിക്കായി ഇങ്ങനെ ഒരു ഗ്രാഫ് ഇങ്ങനെ ഉയർന്നു വരുന്നത് എൻ്റെ കൺമുന്നിലൂടെ ഇങ്ങനെ ഇന്ദ്രൻസ് എന്ന നടൻ വളരുന്നത് കണ്ടത് എനിക്ക് രസകരമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അഭിനയത്തെ കൂടുതലായിട്ട് ആദ്യത്തെ ഫിഗർ വെച്ച് ഇന്ന് അത്ര എന്താ പറയുക, പിന്നെ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് തോന്നുന്ന രീതിയിൽ ഇന്ദ്രൻസിൻ്റെ രൂപം വരെ കളിയാക്കിക്കൊണ്ട് കഥാപാത്രങ്ങളുണ്ടായിരുന്നു. കൊടക്കമ്പി എന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് മാറി ഇന്ദ്രൻസ് സ്വഭാവ നടനായിട്ട് മാറി അവാർഡുകൾ വരെ വാരിക്കൂട്ടി
അപ്പോൾ ഇന്ദ്രൻസിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് അത് അതിന് ഭാഗ്യം എന്ന് മാത്രം വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഇന്ദ്രൻസിൻ്റെ പ്രയത്നമുണ്ട് അതിൻ്റെ പിന്നിൽ. നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ മോശപ്പെട്ട കഥാപാത്രങ്ങൾ തിരസ്കരിക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സ് ഇന്ദ്രൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആരുടെയും മനസ്സ് നോയിക്കണ്ടെന്ന് വിചാരിച്ച് മോശപ്പെട്ട കഥാപാത്രമാണെന്നുണ്ടെങ്കിൽ ഇന്ദ്രൻസ് ചെയ്യുന്ന ബുദ്ധി എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കും. അത് ഞാൻ രഹസ്യം ഞാൻ പുള്ളിയിൽ പറയാം, ഇപ്പം പറയാണ്. ഇന്ദ്രൻസ് ഫോൺ എടുത്തിട്ട് അതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരിക്കലും പറയില്ല. അതാണ് ഇന്ദ്രൻസിൻ്റെ നല്ല മനസ്സ്. ഇന്ദ്രൻസ് അയാൾ വിളിക്കുന്ന മനസ്സിലാക്കിയാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കും. അയാൾ വേറെ ആരെങ്കിലും ആ റോൾ ഏൽപ്പിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷം നമുക്കെപ്പോൾ തുടങ്ങാം അങ്ങോട്ട് വിളിച്ചു. ഇതാണ് ഇന്ദ്രൻസിന്റെ ബുദ്ധി. നമുക്കെപ്പോൾ തുടങ്ങാതെ അങ്ങോട്ട് വിളിച്ചു. അയ്യോ ഇന്ദ്രൻസ് പറയാതെ ഞാൻ അഡ്വാൻസ് വേറെ ആൾക്കോ, അയ്യോ അതെന്ത് ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് ഫോൺ കിട്ടിയിട്ടില്ല, അയ്യോ അതെന്ത് പറ്റി, എനിക്ക് സാരമില്ല കേട്ടോ നമുക്ക് അടുത്തതിൽ സഹകരിക്കും. അപ്പൊ അയാളെ പിണക്കിയില്ല, ഈ റോള് വേറെ ആരെങ്കിലും ചെയ്യില്ലാത്തൊരു ബുദ്ധി കേട്ടോ, ഭയങ്കര ബുദ്ധിയാ, ഭയങ്കര. അപ്പൊ ഇതുകൊണ്ട് ഫോൺ ചെയ്ത് ഇന്ദ്രൻസ് എടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് എന്ന് കണ്ടാൽ മനസ്സിലായിക്കൊള്ളണം ഈ ഏതൊരു സിനിമ ഹൈദരാലിയുടെ ഇന്റർവ്യൂ താല്പര്യം ഇല്ല എന്ന് മനസ്സിലായിക്കൊള്ളണം. എടുക്കുകയാണെങ്കിൽ താല്പര്യം ഉണ്ടെന്ന് മനസ്സിലായിക്കൊള്ളണം. ഇത് ഭയങ്കര നമ്പറാണ് ഇന്ദ്രൻസ്. ഇന്ദ്രൻസിന്റെ എന്റെ ഫോൺ എടുക്കാതെ ഇതുവരെ ഇരുന്നിട്ടില്ല. അപ്പൊ ഇന്ദ്രൻസ് ഇന്റർവ്യൂ ചിലർക്ക് എപ്പോഴെങ്കിലും എടുക്കാതെ തിരിച്ചു വിളിച്ചിട്ടോ. അത് തിരിച്ചു വിളിച്ചിട്ട് വേറെ ആളെ ഇന്റർവ്യൂ സെറ്റ് ആയെന്ന് അറിഞ്ഞിട്ട് വിളിക്കണം. അതിന് കാലതാമസം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതിനും അടുപ്പമുള്ള ചില ആൾക്കാർ സംവിധായകർ വരുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യത്തെ സെൻട്രൽ ക്യാരക്ടർ കൊണ്ടുപോയി കൊടുക്കും. ഇന്ദ്രൻസ് അത് അവരെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇന്ദ്രൻസിന് വേണ്ടപ്പെട്ട ആളാണ്, മനസ്സുകൊണ്ട് ഇഷ്ടമുള്ള ആളാണ്. എന്നാൽ ഈ കഥാപാത്രം ഇന്ദ്രൻസിന് ഒരു ഗുണവും ചെയ്യില്ലെന്ന് ഇന്ദ്രൻസ് നന്നായിട്ട് അറിയാമെങ്കിൽ ഇന്ദ്രൻസ് എന്ത് ചെയ്യുന്ന അറിയാം. ഇന്ദ്രൻസിന്റെ ഒരു രീതി എനിക്കറിയാം. ഇന്ദ്രൻസ് പറയുന്നത് ഇതിൽ ആ റോള് നല്ല റോളാണ്, ഗംഭീര റോളാണ്. അത് പക്ഷെ എന്നെക്കൊണ്ട് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ലെന്ന് വരും. ഞാൻ ഇതിനകത്ത് മറ്റേ റോള് ചെയ്യാം, ആ ഒരു 2 ദിവസത്തെ റോളില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊരു എന്തൊരു കഥാപാത്രമാണത്, എനിക്കത് അപ്പോൾ ഈ സംവിധാനം പറയും എങ്കിൽ ചേട്ടാ അത് ചെയ്യാം, അത് ഞാൻ ചെയ്യാം. ഈ സെൻട്രൽ ക്യാരക്ടറിൽ നിന്ന് ഊരി ആരെയും പിണക്കില്ല, ആരെയും പിണക്കില്ല. ഭയങ്കര തന്ത്രപരമായിട്ടുള്ള ഈ 2 ദിവസം സീനു അഭിനയിച്ച് കാശും വാങ്ങിച്ച് അതുവഴി അങ്ങ് പോവും. മറ്റേ ആ റോള് ആരുടെ തലയിൽ വരുന്നു അവൻ്റെ അധോഗതി. എന്നിട്ട് ഇതൊന്നും പറഞ്ഞിട്ട് അയാളുടെ അടുത്ത് ചോദിക്കുന്നത് എങ്ങനെയുണ്ട്, അപ്പം അവൻ പറയും വലിയ പ്രശ്നമാണ് കേട്ടോ. അയ്യോ അതെന്താ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അവിടെ ക്ലാസ് മാനേജ് ചെയ്യും. ഇത്രയും വർഷത്തെ പരിചയം വെച്ച് നമുക്കറിയാം ആരെയും പിണക്കില്ല ഇന്ദ്രൻസ്. അപ്പോൾ പക്ഷേ എന്നൊരു തല്ലിപ്പൊളി കയറി ചെയ്യാൻ ഇന്ദ്രൻസിന് താല്പര്യമില്ല. പക്ഷേ അങ്ങനെയുള്ള അത്യാവശ്യം ബുദ്ധിയുള്ള ഞങ്ങൾ ഒരുമിച്ച് ചിലപ്പോൾ ചെന്ന് അബദ്ധത്തിൽ ചാടാറുണ്ട്. പടുകുഴിയിൽ ചെന്ന് വീണിട്ടുണ്ട്. സിനിമയുടെ പേരൊന്നും പറയാനില്ല. അങ്ങനെ രണ്ടുപേരും നമുക്ക് വേണ്ടപ്പെട്ട വ്യക്തിപരമായി ഞങ്ങളോട് അടുപ്പമുള്ള ഒരു സംവിധായകൻ, ഇന്ദ്രൻസിനും അടുപ്പമുള്ള സംവിധായകൻ, എനിക്കും അടുപ്പമുള്ള സംവിധായകൻ ഞങ്ങളോട് ഒന്ന് പറഞ്ഞു അയാളുടെ ഒരു തിരിച്ചു വരവാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ദ്രൻസ് തന്നെ ആലോചിച്ചു എന്തായാലും ചെയ്തു കൊടുക്കാം, നമ്മളോടൊക്കെ താല്പര്യമുള്ള അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ആളല്ലേ നമ്മളെന്ന്. അയാൾ ഇതോടെ വേണമെങ്കിൽ മാറുമെന്ന് വിചാരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിടിവാശി ഒന്നും അദ്ദേഹം മാറ്റിയില്ല. നമ്മളെ വിട്ട് നമുക്കൊട്ടും സ്വീകാര്യമല്ലാത്ത ചില ഡയലോഗുകൾ ഞങ്ങളെ വിട്ട് പറയിക്കാൻ നേരത്ത് ഞാൻ ഇന്ദ്രൻസിനെ നോക്കും, ഇന്ദ്രൻസ് എന്നെ ഇങ്ങനെ നോക്കും. സഹിച്ചു, അഭിനയിച്ചു. ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ പടം വളരെ മോശമായിരുന്നു അത്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ആരോട് ഞങ്ങൾ പറയും? ആർക്കെങ്കിലും നിങ്ങളും തിരികേറി അഭിനയിച്ചു, നിങ്ങൾ കാശ് വാങ്ങിച്ചില്ലേ എന്ന് പ്രേക്ഷകർ ചോദിക്കും. പക്ഷേ ഞങ്ങൾ നിസ്സഹായാവസ്ഥയിലാണ്. വേണ്ടപ്പെട്ട ഒരാളുടെ പടത്തിൽ അഭിനയിച്ചില്ലെങ്കിൽ അഹങ്കാരികളെന്ന് മുദ്ര കുത്തും. അതുകൊണ്ട് ഇന്ദ്രൻസും കൊടുത്തു. എന്നെക്കാളും വലിയ വേഷം ഇന്ദ്രൻസിൻ്റെ ആയിരുന്നു. ഇന്ദ്രൻസ് ഓരോ ദിവസവും കണ്ണീരോടുകൂടിയാണ് അഭിനയിച്ചത്. സിനിമയിൽ കണ്ണീരല്ലായിരുന്നു, കഥാപാത്രത്തിൽ കണ്ണീരില്ലായിരുന്നു. പക്ഷെ വ്യക്തിപരമായി അഭിനയിച്ച് കഴിയുമ്പോൾ ഓരോ സീൻ കഴിഞ്ഞിട്ടും കണ്ണ് നിറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സാരമില്ല, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിച്ചു ഞാൻ സ്വയം. അങ്ങോട്ടും അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ആ ചിത്രത്തിന്റെ പേര് മാത്രം ഞങ്ങൾ പറയില്ല. പടം ഇറങ്ങി റിലീസുമായി, അത് റിലീസായി 2 ദിവസം പടം ഓടിയുള്ളൂ. പിടി കിട്ടിയോ പടം? 2 ദിവസം പടം ഓടിയുള്ളൂ. അതൊന്നും ഞങ്ങൾ പറയില്ല, എത്ര ദിവസം ഓടിയെന്നൊന്നും ഞങ്ങൾ പറയില്ല. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങൾ സിനിമയിൽ ഞാൻ മുടക്കുമുതലും വേണേ ഞാൻ പറയാം, ലിസ്റ്റിലുണ്ടത്. നോക്കട്ടെ. മുടക്കുമുതൽ ഇപ്പൊ പ്രൊഡ്യൂസർ അസോസിയേഷൻ വിട്ടേല ആ പേരും മുടക്കുമുതലും വന്നിട്ടുണ്ട്, കിട്ടിയതും വന്നിട്ടുണ്ട്. അതെ, എത്ര കിട്ടിയില്ല എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. ഇപ്പം ഇറക്കി തുടങ്ങിയല്ലോ നോട്ടീസ്, പേപ്പർ ചാർട്ട് വിട്ടു തുടങ്ങിയല്ലോ. അപ്പൊ അതിലുണ്ട് എത്ര മുടക്കിയതും എത്ര വന്നു.
നിങ്ങളുടെ കണ്ണീരിനുള്ള വില പോലും കിട്ടിയില്ല എന്നും എനിക്ക് മനസ്സിലായി. അത് അതൊക്കെ അങ്ങനെയൊക്കെ പറ്റിപ്പോകുന്നു. അങ്ങനെയൊക്കെ എല്ലാവർക്കും പറ്റും. ഇന്ദ്രൻസിനെ സംബന്ധിച്ചും പണ്ടും അടി തെറ്റിയാൽ ഇന്ദ്രൻസിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല പഴഞ്ചൊല്ല് ഏതെന്നറിയാം, അടി തെറ്റിയാൽ ആനയും വീഴും. പക്ഷെ എനിക്ക് മറ്റേ ഭയങ്കര ഇഷ്ടപ്പെട്ട ഫോൺ കിട്ടിയില്ലേ 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 അല്ല എനിക്ക് ഈ ട്രിക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഇന്ദ്രൻസിന്റെ ട്രിക്ക് ആർക്കും അറിയില്ലായിരുന്നു കേട്ടോ. ആ ഫോൺ ഓഫ് ചെയ്യുന്നു, അതെ അതല്ലേ വന്നു കഴിഞ്ഞാൽ ആ സെൻട്രൽ ക്യാരക്ടർ ആ തലയിൽ ഇട്ട് കൊടുത്തിട്ട് ആ ചെറിയ റോൾ എടുത്തോണ്ട് ഒഴിവാക്കാനും പറ്റില്ല. പണ്ട് ഫോണും ഉപയോഗിക്കും, മറ്റേ വാട്സാപ്പ് ഫോൺ ഉപയോഗിക്കില്ലായിരുന്നല്ലോ പണ്ട്. അതെ, ഇപ്പോഴെല്ലാം വാട്സാപ്പ് ഫോണൊക്കെ നിർബന്ധമായിട്ട് ചേച്ചി മേടിച്ചു കൊടുത്താണ് മോനും. എന്നിട്ട് അതിനകത്ത് ഒരു വാട്സാപ്പിൽ നോക്കാറുമില്ല കേട്ടോ. അതെ, ഇതേപോലെ സിനിമ ഇല്ല, വാട്സാപ്പ് ഇല്ല. വാട്സാപ്പ് ഇതുവരെ എടുത്തിട്ടില്ല അല്ലേ? ഇല്ല. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പരിവാർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെയൊക്കെ വ്യക്തിപരമായ കഥകളൊക്കെ ഇതിനകത്തുണ്ട് ഇല്ലേ സർ? അല്ല, ഇതൊക്കെ വരും എനിക്ക് തോന്നണം. ഇതെല്ലാം വരും. ഈ ഭീമനിൽ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും പല ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള പല വഴികളും നോക്കും. പറഞ്ഞ് മനസ്സിലായില്ലേ? പല വഴികളും നോക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി, പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ പല വഴികളും നോക്കും. ചിലരത് നേർവഴികൾ നോക്കും, ചിലർ കുതന്ത്രങ്ങൾ നോക്കും. അപ്പോൾ അത്തരത്തിലുള്ള മനുഷ്യന് അടിസ്ഥാനപരമായി സമ്പത്തിനോടുള്ള അമിതമായിട്ടുള്ള ആഗ്രഹം അവനെ ഏതെല്ലാം തലത്തിലേക്ക് കൊണ്ടുചെല്ലും എന്നുള്ളത് ഈ പരിവാറിലുണ്ട്. ഇതിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ പരിവാർ അങ്ങനെ ഒരു മെസ്സേജ് വളരെ നമ്മുടെ ഈ സമൂഹത്തിൽ കാണുന്ന വളരെ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇതിൽ പറഞ്ഞു വളരെ രസകരമായി പറയുന്നു. ഒരു വലിയ ചോദ്യം ചോദിക്കണ്ടേ, ഇതിനിടയ്ക്ക് നിനക്ക് എങ്ങനെ നേരം കിട്ടിയടേ എന്ന് ഒരു കഥാപാത്രം ചോദിക്കുന്നൊരു നിമിഷമുണ്ട്. അതെ, ഇത്രയും തിരക്കിനിടയ്ക്ക് നിനക്ക് ഇതിനൊക്കെ എവിടെ നിന്ന് നേരം കിട്ടി. പലരും പല കാര്യങ്ങളാണ് ഇതിനിടയിൽ കൂടെ നേടിയെടുക്കുന്നത്, പറഞ്ഞു പോകുന്നത് അല്ലേ? ചിലർ സമ്പത്ത് നേടിയെടുക്കും, ചിലർ വേറെ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കും. അങ്ങനെ പല ഓട്ടമാണത്. കഥാപാത്രങ്ങൾ മത്സരിച്ച് ഓടുകയാണ് ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി. എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി അവർ ഓടുകയാണ്. അവരുടെ ഓട്ടമാണ് പരിവാർ. ലക്ഷ്യത്തിലേക്ക് കിടമത്സരമുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്തിയോന്ന് അറിയാൻ വേണ്ടി മാർച്ച് 7-ാം തീയതി തിയേറ്ററിൽ ചെന്ന് ആ ലക്ഷ്യം നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെയാണ്. ഇപ്പൊ ആ കഥാപാത്രം എന്ന ഡയലോഗ് ഉണ്ടല്ലോ, എങ്ങനെയാണ് ഇതിനിടയ്ക്ക് നിനക്ക് ഇതൊക്കെ ചെയ്യാൻ എങ്ങനെ നേരം കിട്ടിയടേ. അതുപോലെ തന്നെ പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് ഈ സിനിമ കാണാനും മറക്കണ്ട. ഇല്ല, അതിന്റെ ഇടയ്ക്കൊന്ന് അങ്ങനെ പറഞ്ഞു പോവാണെങ്കിലേ ഈ സിനിമ സമരമൊക്കെ വരുന്നുണ്ടല്ലോ ജഗദീഷ് ചേട്ടാ, സമര പ്രഖ്യാപനമൊക്കെ നടത്തി. അല്ല, അതിനകത്ത് ചർച്ചകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അനൗപചാരിക ചർച്ചകൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ലീഡിങ് സ്റ്റാർസ് തന്നെ അനൗപചാരിക ചർച്ചകൾ പ്രൊഡ്യൂസേഴ്സുമായിട്ട് നടത്തി തുടങ്ങിയിട്ടുണ്ട്. അത് ഫലം കാണുന്നതാണ് എനിക്ക് രഹസ്യ വിവരം കിട്ടിയിരിക്കുന്നത്. ജഗദീഷേട്ടനൊക്കെ അതിന്റെ ചർച്ചയുടെ ഭാഗമാവോ? ഞാൻ ചർച്ചയുടെ ഭാഗമല്ല, പക്ഷെ ചർച്ചകൾ നടക്കുന്ന വിവരം എനിക്കറിയാം. അനൗപചാരികമായിട്ടുള്ള ചർച്ചകൾ നിർമ്മാതാക്കളും സ്റ്റാർസും തമ്മിൽ, ലീഡിങ് സ്റ്റാർസും തമ്മിൽ നടക്കുന്നുണ്ട്. അത് ഇപ്പോൾ മഞ്ഞുരുകി തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു, ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്ത് ചർച്ച കോംപ്രമൈസിലോട്ട് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും മോശമായിട്ട് പറയാൻ കുഴപ്പമല്ലേ? അതെ, ചർച്ച കോംപ്രമൈസിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്, മഞ്ഞുരുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ വീണ്ടും കുഴപ്പമുള്ള എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഡയലോഗും പ്രതീക്ഷിക്കരുത്. മഞ്ഞുരുകി തുടങ്ങി, അത് ഞാൻ പറയാം. മഞ്ഞുരുകി തുടങ്ങി. പ്രൊഡ്യൂസേഴ്സും താരങ്ങളുമായിട്ടുള്ള അമ്മയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ, അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി തുടങ്ങിയിട്ടുണ്ട്. അനൗപചാരിക ചർച്ചകൾ വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ തീരുമെന്നാണ്. 2 ദിവസത്തിനുള്ളിലല്ല, അനൗപചാരിക ചർച്ചകളല്ലേ നടക്കുന്നത്. ഔദ്യോഗികമായിട്ടൊരു ചർച്ചയിലേക്ക് മാറും. എന്നിട്ട് അതുവരെ എത്തുന്നതിന് മുമ്പ് ഔദ്യോഗിക ചർച്ച എത്തേണ്ടി വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലേ, ഔദ്യോഗിക തലത്തിലുള്ള ഒരു ചർച്ചയുടെ ആവശ്യം വരില്ല. അനൗദ്യോഗിക ചർച്ചകളിൽ തന്നെ നല്ല ഫലപ്രാപ്തിയുണ്ട്. അതുകൊണ്ട് എനിക്ക് സോൾവ് ആകും. സോൾവ് ആകണമെന്നാണ് എനിക്ക് കിട്ടിയ വിവരമാണ്, എൻ്റെ വിശ്വാസമാണ്. നമ്മുടെയൊക്കെ ആഗ്രഹം സോൾവ് ആകണമെന്നുള്ള. സോൾവ് ആകാനുള്ള എല്ലാ സാധ്യതയും തെളിയുന്നുണ്ട്. അത്രയും മാത്രം ഞാൻ പറയാം. അതിൻ്റെ കൂടുതൽ വിശദ വിവരങ്ങൾ എനിക്ക് ഈ സ്റ്റേജിൽ പറയുന്നത് ശരിയല്ല. നല്ല രീതിയിൽ ചർച്ചകൾ നടക്കുക. താരസംഘടന അമ്മയുടെ ജനറൽ ബോഡി ജൂണിൽ വരികയാണ്. അതെ, അവസാന ഞായറാഴ്ചയാണ് സാധാരണ വരുന്നത്. എങ്ങനെയാണ് ഈ തവണ മത്സരത്തിനോ അങ്ങനെ? മത്സരത്തിന് ഞാനില്ല, നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സരത്തിന് ഞാനും ഇന്ദ്രൻസും ഉണ്ടാവില്ല, ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ വേറെ ഒരു സംഘടനയല്ല, വേറെ ഒരു കലാപരമായിട്ടുള്ള സിനിമയുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ഒരു കലാസംഘടന ഞങ്ങൾ ഉണ്ടാക്കാനുള്ള ബാലെ രൂപീകരിക്കാൻ
ഞാൻ സീരിയസ് ആയിട്ട് പോയായിരുന്നു. നിങ്ങളൊരു ഞാൻ ബാലെ അങ്ങനെ തന്നെ സംഘം. പോയി. അപ്പൊ ഇന്ദ്രൻസ് ആയിട്ട് അത് കോമഡിയിലേക്ക് ഒന്നും അത്ര സീരിയസ് ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. ബാലെ അല്ലേ? ബാലെ ഞങ്ങളൊരു ബാലെ ട്രൂപ്പ്. ഇപ്പൊ ബാലെ ട്രൂപ്പൊക്കെ നിന്നൊരു അവസ്ഥയിലാണ്. അപ്പോൾ ഞങ്ങൾ മലയാള സിനിമയ്ക്ക് വേണ്ടി ഒരു ബാലെ ട്രൂപ്പ് തുടങ്ങി. ഞാനിതിൽ എനിക്ക് ഈ ഭീമന്റെ വേഷം ചെയ്തപ്പോഴും എനിക്കൊരു കൊതി തുടങ്ങിയത്. അപ്പൊ ബാലയിലാകുമ്പോൾ പല ഇന്ദ്രൻസ് ആണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത്. നമുക്ക് ഒരുപാട് ഏതും ചെയ്യാൻ അപ്പോൾ മലയാള സിനിമയിൽ ഒരു ബാലെ ട്രൂപ്പ് തുടങ്ങിയാൽ എങ്ങനെയുണ്ടാകും? ഞാൻ പറഞ്ഞു ഇന്ദ്രൻസ് മുൻകൈ എടുത്താൽ ഞാൻ കൂടാന്ന് പറഞ്ഞു. എനിക്ക് ബാലെ വഴങ്ങുന്ന കാര്യം തന്നെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല ബാലെ. അപ്പം ഞാൻ റെഡിയാണ്. അപ്പോൾ ഇന്ദ്രൻസ് എൻ്റെ സാറും കൂടെ ഉണ്ടാവും. സംവിധാനം ബാലെ ഏൽപ്പിക്കും. അമ്മയ്ക്ക് നല്ലൊരു വേഷം ഉണ്ടാവും. അങ്ങനെ ഒരു സംഘടനയിലേക്ക് പോകാനുള്ള തീരുമാനം. സംഘടന എന്നല്ല, ബാലെ ട്രൂപ്പ് എന്നാണ്. സംഘടന എന്നല്ല, ട്രൂപ്പ് എന്നാണ് അതിന് പറയുക. അസോസിയേഷൻ അല്ല, ഞങ്ങൾ ട്രൂപ്പ്. മലയാള സിനിമയിലെ ബാലെ ട്രൂപ്പ് ഞങ്ങൾ തുടങ്ങാൻ പോവാണ്. ഇന്ദ്രൻസ് ആണ് അതിന്റെ പ്രസിഡന്റ്. എന്തായാലും അമ്മയുടെ ഔദ്യോഗിക സ്ഥാനത്തേക്ക് ഇനി ഇല്ല. അത് നേരത്തെ എന്നോട് ഈ ബാലെ ട്രൂപ്പിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് നേരത്തെ എന്നോട് ഇല്ല എന്നോട് നേരത്തെ പറഞ്ഞതാണ്. അത് ഞാൻ നിങ്ങളെ നേരിട്ട് ചോദിച്ചെന്നുള്ളൂ. 100% ഇല്ല. ഭാരവാഹി സ്ഥാനത്തേക്ക് ഞാൻ ഉണ്ടാവില്ല. ഞാൻ പ്രവർത്തകനായിട്ട് ഭാരവാഹിയായിട്ട് എത്ര പ്രവർത്തിച്ചുകൊണ്ടിരുന്നോ അതിന്റെ 10 ഇരട്ടി ഞാൻ പ്രവർത്തകൻ എന്ന നിലയിൽ പ്രവർത്തിച്ച് തെളിയിക്കാൻ പോവാണ്. അതിനാണ് അതിന്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ബാലെ ട്രൂപ്പ്. അല്ല, ഈ പറയുമ്പോഴും ജഗദീഷേട്ടൻ എന്തോ പറയുന്നതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാമെന്ന് ഓർത്താ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ചോദിച്ച് അവസാനം. ഇപ്പം ഇത് മഞ്ഞുരുകി തുടങ്ങി എന്ന കാര്യം എനിക്കും അറിവുണ്ട്. പക്ഷെ അങ്ങനെ തന്നെ തീരട്ടെ. പക്ഷെ 2 കാര്യം ചോദിച്ചാൽ, ഈ നിർമ്മാതാക്കൾ പറയുന്ന 2 കാര്യങ്ങൾ, താരങ്ങൾ പറയുന്ന 2 കാര്യങ്ങൾ. നിർമ്മാതാക്കൾ പറയുന്ന താരങ്ങൾ സിനിമ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് തിയേറ്ററിൽ ഓടിക്കില്ല എന്ന് പറയും. ഒരു സിനിമ നിർമ്മിക്കുന്ന ആരാണെങ്കിലും പൈസ ഉള്ളവർക്ക് നിർമ്മിക്കാം. അതുകൊണ്ട് അമിത ശമ്പളം വാങ്ങുന്നു, അത് കുറയ്ക്കണം. ഒരു താരം ശമ്പളം വാങ്ങുന്നത് ആ താരത്തിൻ്റെ ഇഷ്ടത്തിനാണ്. ആ താരത്തിന് വേണ്ടെങ്കിലും മറ്റു താരത്തിനടുത്ത് ആ റോൾ ചെയ്യാൻ അവരോട് ആവശ്യപ്പെടാം. അല്ല, ഇതിനകത്ത് മറുപടി പറയാൻ എനിക്കും ഇന്ദ്രൻസിനും കഴിയില്ല. കാരണം ഞങ്ങൾ എല്ലാ കാലത്തും പ്രൊഡ്യൂസേഴ്സുമായിട്ട് ഒരു ധാരണയിലെത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വേറൊരു രീതിയിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഉത്തരം പറയാനുള്ള ധാർമ്മികമായ അവകാശം ഞങ്ങൾക്കില്ല. ശരിയല്ലേ? ഞങ്ങൾക്ക് പറ്റില്ല. നമ്മൾ അവർക്ക് വിധേയരാണ്. ഞങ്ങൾ അങ്ങനെ ഒരു വിധേയത്വം അതിനകത്ത് ഉണ്ടായിപ്പോയി. അപ്പോൾ ആ വിധേയത്വം ശരിയാണോ തെറ്റാണോ എന്ന് അവിടെ നിൽക്കട്ടെ. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് പറയുന്ന കാശിനാണ് ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഇത്രേ തരവുള്ളൂ നമ്മളത് വാങ്ങിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് വേറെ എക്സ്ട്രാ ഡിമാൻഡ് വച്ച് കഴിഞ്ഞിരുന്നാൽ അത് പ്രൊഡ്യൂസേഴ്സിനും വിഷമമാവും, അമ്മ സംഘടനയ്ക്ക് വിഷമമാവും. അപ്പം ഞങ്ങൾ ഇതിനകത്ത് കക്ഷി ചേരുന്നത് ശരിയല്ല. നമുക്കൊരു എമൗണ്ട് അവർ വരുന്നത് അതിൽ നമ്മൾ അഭിനയിച്ചു പോകുന്നു. അതിനാണ് ഞങ്ങൾ അഭിനയിച്ച് പോകുന്നത്. അങ്ങനെയാണ് അഭിനയിച്ച് പോകുന്നത്. പ്രാക്ടിക്കലായിട്ട് എല്ലാ കാര്യങ്ങളിലും ജഗദീഷേട്ടൻ മാറി മാറി പോകുന്നുണ്ട്. ഇതൊക്കെയാണ്. അങ്ങനെയൊന്നും അല്ലായിരുന്നു. അല്ല, അവര് ചോദിക്കും, അവര് ചോദിക്കും ഇത്രേ ഉള്ളൂ, നമ്മൾ ഇത്രേ ഉള്ളൂ. അല്ല, ഞാൻ കോമേഴ്സ് അധ്യാപകൻ എന്ന നിലയ്ക്ക് അതിൻ്റെ ഒരു കണക്കുണ്ട്. ഈ കണക്കനുസരിച്ച് ഇതാണ്. അപ്പോൾ അതിലെ അവർ തരുമ്പോൾ അവർ തരുന്നതിനേക്കാളും കൂടുതൽ തന്നാലേ ഞാൻ സെറ്റിലേക്ക് വരുമെന്ന് എനിക്ക് പറയുന്നത്. നമ്മൾ അഭിനയ തൊഴിലായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ അതിനേക്കാളും കൂടുതൽ ഇത്ര കാശ് തന്നാലേ ഞാൻ സെറ്റിലേക്ക് വരുമെന്ന് പറയാൻ എൻ്റെ മനസ്സ് എന്നെ അനുവദിക്കുന്നില്ല. ഞങ്ങളൊക്കെ നാടകത്തിൽ നിന്ന് വന്നതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കാശ് കെട്ടി വയ്ക്കുക, അവിടെ വയ്ക്കുക, എന്നിട്ടേ ഞങ്ങൾ സ്റ്റേജിൽ കയറൂ എന്ന് പറയുന്ന ഒരു സംഭവം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് ന്യായമായിട്ടുള്ള കാശുകളൊക്കെ തന്നിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾക്ക് അതിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ കാശിൽ തൃപ്തരല്ലാത്തവർ അവരുടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പൊന്നുമില്ല. പ്രൊഡ്യൂസേഴ്സ് ചില നടീനടന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന കാശ് അവർക്ക് പ്രൊഡ്യൂസേഴ്സ് കൊടുക്കുന്നില്ല എന്ന് പരാതി ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അവർ പ്രശ്നം ഉണ്ടാക്കുന്നതിൽ ഞങ്ങൾ എതിർപ്പൊന്നും രേഖപ്പെടുത്തില്ല. ഞങ്ങൾ ചോദിക്കുന്ന കാശ് എല്ലാ കാലത്തും കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ അവർ തരുന്ന കാശ് ഞങ്ങൾ വാങ്ങിച്ചാൽ അതിൽ ഞങ്ങൾ സംതൃപ്തി അടഞ്ഞിട്ടുണ്ട്. അത് പ്രൊഡ്യൂസേഴ്സിനെ ആശ്രയിച്ചിരിക്കും. ഏറ്റവും അടുത്ത സുഹൃത്ത് ഞങ്ങൾ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് ഞങ്ങൾക്ക് കണക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഇത് വ്യക്തിപരമായ ബന്ധവും കൂടെ ഉണ്ട്. പ്രൊഡ്യൂസർ ആക്ടർ എന്ന് പറയുന്ന ബന്ധം വ്യക്തിബന്ധങ്ങളുണ്ട്. ആ വ്യക്തി കീപ്പ് ചെയ്ത് പോകണം. അത് കീപ്പ് ചെയ്ത് പോകണം എന്നുള്ളതല്ല, അത് കീപ്പ് ചെയ്ത് പോകണമെന്ന് പറയാൻ ഞങ്ങളല്ല, അത് കീപ്പ് ചെയ്ത് പോകുന്നവരാണ് ഞങ്ങൾ അങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നവരാണ്. ഞങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പ്രൊഡ്യൂസേഴ്സായിട്ട്. ആ പ്രൊഡ്യൂസേഴ്സുമായിട്ട് ഞങ്ങൾ സംഘർഷത്തിൻ്റെ പാതയിലോട്ട് ഇറങ്ങാൻ ഞങ്ങൾക്ക് വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എല്ലാം ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു സമരം ചെയ്യാനുള്ള മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതി ഒരു സമരം ആരെങ്കിലും ചെയ്യാൻ നേരത്ത് അതിനെതിരെ നിൽക്കാനും ഞങ്ങൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പം ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ സമരം ചെയ്യാനില്ല. അപ്പോൾ ആരെങ്കിലും സമരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എതിർത്ത് പറയാനും ഞങ്ങളില്ല. രണ്ടിനുമില്ല. ഞങ്ങൾ വ്യക്തിപരമായിട്ടുള്ള നമ്മൾ നേരായ വഴിക്കൊരു യാത്ര നേരെ ഞങ്ങൾ പോകുന്നു. ബന്ധങ്ങൾ മുറിക്കാതെ
ആ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചുള്ള യാത്ര. അത് നേരത്തെ പറഞ്ഞ ആ ബന്ധങ്ങൾ ഇന്ദ്രിയൻസ് ഒക്കെ വേണമെങ്കിൽ കുറച്ച് കാശ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ വേറെ ആർക്കെങ്കിലും അത് കൊടുക്കാനും തയ്യാറാണ്. അതിനൊരു കുലുക്കൊരു സ്ട്രോങ് ഇല്ലല്ലോ. ക്യാരക്ടർ എനിക്ക് തരാന്ന് പറഞ്ഞാൽ കൂടുതൽ വേറൊരാൾ തരാണെങ്കിൽ ആ ക്യാരക്ടർ കൊഴിഞ്ഞു കൊടുക്കും. ക്യാരക്ടർ അങ്ങ് മറച്ചു വെക്കുന്നത്. അല്ല, പൈസ കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വേറെ നടന്മാർക്ക് ആ പൈസ കുറച്ച് അതിൽ നിന്നും കുറച്ച് കൊടുക്കാൻ ഇന്ദ്രൻസ് തയ്യാറാണ്. ഓക്കെ, അങ്ങനെ കൂടുതൽ കിട്ടിയിട്ടില്ല. ഇല്ല, തരണില്ല. അങ്ങനെ കൂടുതൽ കിട്ടിയിട്ടില്ല. കൂടുതൽ കിട്ടിയാൽ ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇന്ദ്രൻസ് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് കിട്ടിയാൽ ഇന്ദ്രൻസ് എന്ത് ചെയ്യുന്നുള്ളതാണ് ഇൻഡസ്ട്രിയുടെ പ്രശ്നം. അപ്പൊ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് ഇന്ദ്രൻസിന് കിട്ടുന്നില്ല. കിട്ടിയാൽ മറ്റു നടന്മാർക്ക് വീതിച്ചു കൊടുക്കാൻ ഇന്ദ്രൻസ് വില്ലിങ് ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കി. ഇൻഡസ്ട്രിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതാണ്. ഇന്ന് ഇന്ദ്രൻസിന് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് ഇന്ദ്രൻസിന് കിട്ടുകയാണെങ്കിൽ അത് ഇന്ദ്രൻസ് വീതിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഇത് പലരും മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി. എനിക്കിപ്പോ ആ റൂട്ട് ഇത് അതാണ്. അത് പലരും മനസ്സിലാക്കാതെയാണ് ആ രീതിക്ക് മറ്റ് ഞാൻ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറയാം. ഇന്ദ്രൻസ് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് കിട്ടുകയാണെങ്കിൽ ഇന്ദ്രൻസ് ഇത് വീതിച്ചു കൊടുക്കാൻ തയ്യാറാണ് മറ്റു നടന്മാർക്ക്, നടീനടന്മാർക്ക്. അവിടെ ഒരു പക്ഷേ കൂടുതലായിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഇന്ദ്രൻസിന്റെ പ്രശ്നം ആരെടുത്ത് പറയും? അങ്ങനെ കിട്ടുന്നവരെങ്കിലും വീതിച്ചു കൊടുത്താൽ ഇവിടെ പ്രശ്നങ്ങൾ ഇല്ലാതെയാവുന്നു. അതെ, കൂടുതൽ കിട്ടുന്നവര് കൂടുതൽ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അവർ വീതിച്ചു കൊടുക്കണം. പക്ഷെ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആർക്കും കിട്ടുന്നില്ല എന്ന് തീർത്തും പറയാനും പറ്റില്ല. അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആർക്കും കിട്ടുന്നില്ല, അർഹിക്കുന്നതിനേക്കാൾ കുറവ് ആർക്കും കിട്ടുന്നില്ല. കണക്കിനാ കിട്ടുന്നല്ലേ? കണക്കിനാണ്. അത് ഇൻകം ടാക്സിന്റെ റിട്ടേൺസ് നോക്കി അറിയാലോ. അല്ലാത്ത ഉദാഹരണം കേട്ടോ. ഒന്നും തൊടാതുള്ള ഉദാഹരണമാണെങ്കിൽ അറിയേണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്, എല്ലാവർക്കും പിടിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ ട്രൂപ്പ് ബാലയുടെ അറിയുന്നത് വിട്ടിട്ടില്ല. ഇല്ല. ഉടല് കഴിഞ്ഞിട്ട് ഉടല് പോലെ ഒരു സിനിമ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഉടല് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം എന്ന് എടുത്തു പറയാം, ഇന്നും പറയും ഉടൽ. അതിൽ വല്ലാത്തൊരു ക്യാരക്ടറായത്. അതുപോലത്തെ ഒരു കഥാപാത്രങ്ങൾ ഇനിയും താങ്കൾ തേടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും. ഇനി ഉടലല്ല വരാൻ പോകുന്നത്, ഇനി തലയാണ് വരാൻ പോകുന്നത്. പരിവാർ പോലെ. പരിവാറിലെ ഭീമന് ശേഷം ഇന്ദ്രൻസിനെ ചില കഥാപാത്രങ്ങൾ തേടിയെത്തും അല്ലേ? ഉടൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സിനിമ കഴിഞ്ഞ് പിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ സിനിമയെക്കുറിച്ച് വീട്ടിലൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും, വൈഫൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. ഉടൽ സിനിമ കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊണ്ട എന്തായിരിക്കും എന്തൊരു ചേട്ടൻ? അങ്ങനെയൊന്നുമില്ല. ഒരു പാഠം വെച്ചാൽ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നന്നാവും എന്നുള്ള ഒരു വിശ്വാസവും. നമ്മൾ മനസ്സ് വെച്ച് നന്നാവുക നിന്നു കൊടുത്താൽ, ഇപ്പം നമ്മൾ പരിവാറിൻ്റെ ഡയറക്ടർമാരെ കാര്യം പറഞ്ഞ കണക്ക് ഡയറക്ടർക്ക് വശംവദനായി നിന്നു കൊടുത്താൽ അവർ നന്നാക്കി എടുത്തോളൂ. കളിമണ്ണാണ് നടീനടന്മാർ, കളിമണ്ണാണ്. കളിമണ്ണല്ല, അതിൽ നിന്നും അവർക്ക് അത്രയും അതുപോലെ അത്രയും മയപ്പെട്ടു കൊടുക്കുക. ഇന്ദ്രൻസ് എന്ന കളിമണ്ണിൽ നിന്നും ഭീമൻ എന്ന ഒരു രൂപത്തിലേക്ക് അവർ മാറ്റിയെടുത്തിരിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞതിൽ ഒരു കാര്യങ്ങളുണ്ട്. എല്ലാ ഡയറക്ടർമാരുടെ അവർ പറയുന്ന രീതിക്ക് നമ്മൾ ചെയ്തു, നമ്മൾ അമിതമായിട്ട് ഒരു ഇടപെടലും കാര്യങ്ങളും വരുമ്പോഴാണ് സിനിമയ്ക്ക് പല കോട്ടങ്ങളും സംഭവിക്കാറുള്ളത് എന്ന് ചിന്തിക്കാൻ പറ്റില്ല. അവരുടെ സ്വാതന്ത്ര്യം തരുന്നിടത്ത് മാത്രമേ ഉള്ളൂ. അതെ, അല്ലാതെ നമ്മൾ കടന്നു ചെല്ലും. ഇല്ലാത്തടത്ത് അവര് അല്ല, ഇത് വേണമെന്നൊരു വാശി പിടിക്കരുത്. അത് കൃത്യ ഉദാഹരണമാണ്. പറയുമ്പം ഇതിനകത്ത് വെറും എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കരുത്. നടീനടന്മാർ വെറും കളിമണ്ണാണ്, അങ്ങനെയൊന്നും ഉപയോഗിക്കരുത്. ഇല്ല, അങ്ങനെ ഒരു ക്യാപ്ഷനെ ഞാൻ കൊടുക്കില്ല. അത്തരം ക്യാപ്ഷനെ ഉപയോഗിക്കില്ല. ശരി, ഓക്കെ, അത്രയും ക്യാപ്ഷൻ ഉപയോഗിക്കില്ല. എന്തായാലും ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഒരു കാര്യം കൂടെ, എനിക്ക് ആ നാടകത്തിൽ നിന്ന് വന്ന ഒരു ഗുരുനാഥൻ എന്ന നിലയിൽ ഒരു നാടക ഡയലോഗ്, ഒരു ഫീൽ ചെയ്യുന്ന ഒരു നാടക ഡയലോഗ് എനിക്ക് വേണമെന്നുണ്ട്. ഞങ്ങളുടെ എല്ലാവരും മനസ്സിൽ ആഴത്തിൽ തട്ടുന്ന ഒരു നാടക ഡയലോഗ്, അഭിനയിച്ച് വെച്ചതിൽ നിന്നും അല്ലെങ്കിൽ പഠിപ്പിച്ചതിൽ നിന്നും. ബറീനിയ ഞാനവളെ കാണുമ്പോൾ 19 വയസ്സ്. പക്ഷേ രാത്രി ഞാൻ അടുത്ത് ചെന്നപ്പോൾ ഒരു കാട്ടുപൂച്ചയെ പോലെ അവളെന്നെ മാന്തി കീറിക്കളഞ്ഞു. ജനറൽ സ്പാർട്ടക്കസ് എന്ന നാടകത്തിൽ മൂപ്പൻ്റെ സൂപ്പർ. എന്തായാലും പരിവാർ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഈ സിനിമയുടെ കുറേ ദിവസങ്ങൾ തിയേറ്ററിൽ ഓടിയിട്ട് അതിൻ്റെ 25-50 ദിവസം ആഘോഷിക്കാനുള്ള ഭാഗ്യം നമുക്ക് തരട്ടെ. ഇത്ര നേരം സംസാരിച്ച 5 പേർക്കും 4 പേരും ഞാൻ ഉൾപ്പെടെ 5 പേർക്കും ഞാൻ തന്നെ നന്ദി പറയുന്നു. താങ്ക് യു.